അന്ന് രാവിലെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ആ കുഞ്ഞു വീട്ടിലുണ്ടാക്കിയത് അപ്പമാണ്. അവൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അപ്പവും മുട്ടക്കറിയും ഒറ്റയിരിപ്പിൽ എത്ര വേണേ കഴിക്കും. രാവിലെ ട്യൂഷനൊക്കെ പോകേണ്ട തിരക്കിൽ കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഇറങ്ങാൻ നേരം അനിയനോട് പറഞ്ഞാണ്, ഡാ അപ്പം മൊത്തം കഴിച്ചേക്കല്ല്, എനിക്ക് വൈകിട്ടത്തേക്ക് വേണം. കൈക്കുഞ്ഞായ കാലം തൊട്ട് പ്രാണന്റെ പ്രാണൻ പോലെ ചേർത്ത് വെച്ച അനിയൻകുട്ടൻ മിഥുനു വേണ്ടി ഒരു പാത്രത്തിൽ അത് മാറ്റിവെച്ചതുമാണ്. അത് കഴിക്കാതെ ബാക്കി വെച്ചാണ് വീടിനും നാടിനും മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യർക്കും ഉറക്കം ഞെട്ടിക്കുന്ന അവന്റെ മോർച്ചറി തണുപ്പിലെ ഉറക്കം. ആ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ നന്നായി മനസ്സിലാക്കുന്ന ഒരു പൊന്നുമോനാണ്. പ്രായത്തിൽ കവിഞ്ഞ പക്വത, പഠിക്കാൻ മിടുക്കൻ ചിത്രകാരൻ. വീട് എന്നവർ സ്നേഹത്തോടെ വിളിക്കുന്ന അങ്ങേയറ്റം ദയനീയമായി നിൽക്കുന്ന ആ 4 ഭിത്തിക്കുള്ളിൽ ഒരു ഐസ്ക്രീം പാട്ടയ്ക്കുള്ളിൽ അവനിട്ട് വെച്ചിട്ടുണ്ട് അമ്മൂമ്മയടക്കം വല്ലപ്പോഴും ഒക്കെ കൊടുക്കുന്ന ചില്ലറ തുട്ടുകൾ. കീറിപ്പോയ ചെരുപ്പ് മാറ്റി വാങ്ങാൻ ശേഖരിച്ചതാണ്. അതുകൊണ്ടാണ് സാറന്മാരെ, അധികാരത്തിന്റെ മത്തിൽ ഏതോ സമാന്തര ലോകത്ത് ജീവിക്കുന്ന നേതാക്കന്മാരെ ആ തകരക്കൂടാരത്തിന് പുറത്തേക്ക് മന്ത്രിയുടെ ഭാഷയിൽ വലിഞ്ഞു കയറിയത് കൂട്ടുകാരന്റെ ചെരുപ്പാണെങ്കിലും ആ ചെരുപ്പിന്റെ വില അറിയാവുന്നത് കൊണ്ടാണ്. കോട്ടയത്ത് ഒരു പാവം സ്ത്രീ കോൺക്രീറ്റിന് താഴെ പിടഞ്ഞു മരിച്ചതടക്കം 2 ആഴ്ചക്കിടയിൽ ഒറ്റപ്പെട്ട രണ്ടാമത്തെ സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വീഴ്ചകൾ മാത്രമാണ്. ആവർത്തിച്ച് പറയണം, അനാസ്ഥയുടെ ഗവേഷകരെ കൊണ്ടു നിറച്ച് പൂത്തുപൂതലിച്ച പാറ പോലെ ഉറച്ച് ഈ മുടിഞ്ഞ സിസ്റ്റം ആ കുരുന്നിനെ കൊന്നുകളഞ്ഞതാണ്. ആർക്കും കുറ്റമില്ല, അധ്യാപകർ കുറ്റമില്ല, സഹപാഠികൾ പറഞ്ഞത് കേൾക്കാതെ വലിഞ്ഞു കയറിയതാണെന്ന് ആ കുഞ്ഞിന് കുറ്റച്ചാർത്തും കൊടുത്ത് താഴെ ഇറങ്ങി ജില്ലയിലെ ഒരു മന്ത്രിയാണ് ഏതോ വക്ക പാട്ടുവിട്ടങ്ങ് ആനന്ദിച്ച് സൂംബ കളി. എന്റെയും നിങ്ങളുടെയും പണം ഖജാനയിൽ നിന്ന് ലക്ഷങ്ങളെടുത്ത് ചികിത്സയ്ക്ക് ചെലവാക്കിയ ഒരു മന്ത്രി ആ വീടിന് 5 ലക്ഷവും പറഞ്ഞിട്ട് പറയലാണ് അബദ്ധം പറ്റിയത്. 8ാം ക്ലാസ്സുകാരനാണ്, വകുപ്പിന് വൈറ്റ് വാഷ് അടിക്കൽ. കോട്ടയത്തും കണ്ടതുപോലെ അപ്പം തന്നെ ക്യാപ്സ്യൂൾ ഇറക്കാൻ ഇതുപോലെ രാഷ്ട്രീയ പ്രശ്നമാണോ? പരാജയപ്പെട്ട സിസ്റ്റത്തിൽ കൊല്ലപ്പെട്ടൊരു കുഞ്ഞു മരവിച്ച് കിടക്കുമ്പോൾ എങ്ങനെ വായിൽ വരുന്നടോ ഈ മനുഷ്യവിരുദ്ധ വൃത്തികേടുകളും കെട്ടവാക്കുകളും? ആ വയനാട്ടിലൊരു സാധുവിനെ കടുവ കീർക്കുന്ന ആ വേദനയിൽ നാട് നിൽക്കുന്ന സമയത്ത് ഫാഷൻ ഷോയിൽ പോയി പടുപാട്ട് പാടുന്നൊരു മന്ത്രി. ഇന്നലെ ആ ദാരുണ സംഭവം തൊലിപ്പുറത്ത് പോലും മേശാതെ അന്തം പറഞ്ഞ് സൂമ്പ കളിക്കുന്ന മറ്റൊരു മന്ത്രി. വകുപ്പിനെ കാക്കാൻ വാഴക്കാര്യം പറയുന്ന വേറൊരു മന്ത്രി. ആ തേവലക്കരയിലെ ദുരന്തത്തെക്കാൾ ദുരന്തങ്ങളാണ് മന്ത്രിമാരെ നിങ്ങൾ സമസ്താപരാധം പറഞ്ഞ് രാജിവെച്ചിറങ്ങിപ്പോകേണ്ട മഹാദുരന്തങ്ങൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്കറിയാൻ. അങ്ങനെയുള്ള നിരന്തര സംഭവങ്ങളാണ്. CCTV കണ്ടോ? ഇതിപ്പോൾ ഇനി പൊക്കി വെച്ചാലും ആ കുട്ടി കയറില്ല എന്നുള്ളത് ഞാൻ അതിന് കുറ്റം പറയലല്ല, അബദ്ധം വന്നതാണ്. അതുപോലെ ആ ഷെഡ് ഉണ്ടാക്കി ആ ഷെഡ് അടച്ചു വെച്ചതിന് പൊളിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ആ ഷെഡ് ഉണ്ടാക്കിയത് ഏറ്റവും വലിയൊരു തെറ്റല്ലേ? അത് പഞ്ചായത്തിൻ്റെ പെർമിഷൻ, അത് സൂപ്പർവിഷൻ നോക്കിയാലുള്ളത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ജീവനക്കാരുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ജെക്സി തോമസ്, എം ലിജു അഡ്വക്കേറ്റ്, BN ഹസ്കസ്, PTA പ്രസിഡന്റ് ജോസഫ് ആനൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ജേക്കിലേക്ക് വരുന്നു. ജേക്ക്, ഇനി ഒന്നാമത്തെ ചോദ്യം, ഈ പറയുന്ന വീഴ്ചകൾക്കൊക്കെ അപ്പുറം മന്ത്രിമാരുടെ ഈ ഇൻസെൻസിറ്റീവ് വർത്താനം നിർത്തണ്ടേ LDF നേതൃത്വം ഇടപെട്ട്? രണ്ടാമത്തെ കാര്യം, പ്രധാനാധ്യാപികയ്ക്കെതിരെ സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് മാത്രം ആ പ്രശ്നത്തിന് പരിഹാരമായോ? ജെക്സി തോമസ്. ഇപ്പോൾ അങ്ങ് ഇൻസെൻസിറ്റീവ് വർത്തമാനം അങ്ങ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു. കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഈ കാര്യങ്ങളിൽ CPIയുടെ നേതാവ് കൂടിയായിട്ടുള്ള വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചുള്ള പ്രതികരണമായിരിക്കും. എനിക്ക് പൂർണ്ണമായും വാർത്തകൾ അങ്ങനെ സമഗ്രമായി പരിശോധിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ ലഭ്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അവർ തന്നെ അത്തരത്തിൽ തെറ്റിദ്ധാരണാജനകമായ ചില പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചതിനെ സംബന്ധിച്ച് അവർ ആ കാര്യം ബോധപൂർവം ഉദ്ദേശിച്ചതായിരുന്നില്ല എന്ന നിലയിൽ അത്തരം പരാമർശങ്ങൾ പിൻവലിക്കുന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മാത്രമല്ല, ഞാൻ ഇപ്പോഴും സത്യസന്ധമായി മനസ്സിലാക്കുന്നു, അത് വകുപ്പ് മന്ത്രിയാവട്ടെ മറ്റാരുമാവട്ടെ, രാഷ്ട്രീയ പതാകകൾക്കൊക്കെ അപ്പുറം ഇത്തരത്തിലുള്ള സംഭവവികാസം ഉണ്ടാകുമ്പോൾ നമുക്കെല്ലാവർക്കും ആ കാര്യങ്ങൾക്കകത്ത് സത്യസന്ധമായ നടുക്കവും ദുഃഖവും ആശങ്കയും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് ഏതെങ്കിലും താൽക്കാലികമായ ഒരു നാവുപിഴയുടെ പേരിൽ ഒരാളാകെ മനുഷ്യത്വവിരുദ്ധ സ്വഭാവത്തിൻ്റെ കേരളീയ മുഖമാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രതീകമാണ് എന്ന നിലയിൽ അടച്ചാക്ഷേപിക്കുന്ന സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾക്കെല്ലാവർക്കും ഈ കാര്യങ്ങൾക്കകത്ത് മരിച്ച കുട്ടി ആരുടേതാണെങ്കിലും, ഏത് കുടുംബത്തിൽപ്പെട്ടയാളാണെങ്കിലും, ഏത് പ്രദേശത്ത്, ഏത് ഗ്രാമത്തിൽ, ഏത് ജില്ലയിൽപ്പെട്ടയാളാണെങ്കിലും നമുക്ക് പരിചയമുള്ള നമ്മുടെ ഒരു സ്വന്തം കൂടപ്പിറപ്പ് മരണപ്പെട്ടതുപോലെ വേദന അനുഭവിക്കുന്നവരാണ് ആർദ്രതയുള്ള മനുഷ്യപ്പറ്റുള്ള മുഴുവൻ മലയാളികളും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ദുഃഖം മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് ഒരാൾക്കുണ്ടാകാൻ പാടില്ല എന്നൊരു സമീപനം
നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. അവർക്കുമൊക്കെ സത്യസന്ധമായി ഈ കാര്യത്തിൽ നമ്മളെപ്പോലെ തന്നെ വേദനയും ദുഃഖവും നടുക്കവും ഒക്കെ ഉള്ളവർ തന്നെയാണ്. അല്ല ജെ കെ, ഞാൻ ഇടപെട്ട് പറഞ്ഞോട്ടെ. ഇപ്പൊ മന്ത്രി വി ശിവൻകുട്ടി, ഇപ്പൊ ഞാൻ ഇന്നലെ രാവിലെ ഒന്ന് വാർത്ത വായിക്കുമ്പോഴാണ് ഈ സംഭവം ശിവൻകുട്ടി ഫോണിൽ വിളിച്ചു. അക്ഷരാർത്ഥത്തിൽ ശിവൻകുട്ടി കരയാതിരുന്നത് മന്ത്രി ആയതുകൊണ്ട് മാത്രമാണ്. അതിനുശേഷം എത്രമാത്രം പക്വമായ സമീപനമാണ് ശിവൻകുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഹൃദയത്തിൽ കൊണ്ട സമീപനമാണെന്ന് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. ജെക്സി തോമസെ, ഈ മന്ത്രി ജെ ചിഞ്ചുറാണി ഇവിടെ ഈ ഉത്തരവാദിത്വമില്ലാത്ത വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞ് പോയി സുംബ കളിക്കുകയാണ്. സുംബ കളിക്ക് ഈ സംഭവം അറിഞ്ഞതിന് ശേഷമാണ് ആ കളി, ആ പാട്ട് വക്ക സാമസാമൻ എന്തെന്ന് ആ പാട്ട് തീരുവോളം ആ സുംബ കളിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ഏശാത്തതുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ജെക്സി തോമസ്? അല്ല, ഇപ്പം ഞാൻ അതിനെ സംബന്ധിച്ച് ദീർഘമായ വിശദാംശങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നമ്മൾ കാണേണ്ടത്, ഇപ്പം അങ്ങ് പറഞ്ഞു ഇത്തരമൊരു പ്രതികരണം നടത്തിയതിന് ശേഷം വകുപ്പ് മന്ത്രി നേരെ പോയി മറ്റൊരു നൃത്താവിഷ്കാരത്തിൽ, അല്ലെങ്കിൽ കായികാഭ്യാസം കൂടെയായി മാറിയിട്ടുള്ള ഒരു നൃത്താവിഷ്കാരത്തിൽ പങ്കെടുക്കുകയായിരുന്നു ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ആലോചിച്ച് നോക്ക്. ഇത്തരം കാര്യങ്ങളിൽ ആഘോഷിച്ച് തിമിർക്കാൻ വേണ്ടിയിട്ടോ ഇത്തരം കാര്യങ്ങൾക്കകത്ത് ദുഃഖമില്ലാത്തത് കൊണ്ടോ അങ്ങനെയാണോ? എനിക്ക് അങ്ങനെ തോന്നുന്നതേ ഇല്ല. അങ്ങയുടെ വ്യാഖ്യാനം ഉണ്ടാകും. എനിക്കതിനോട് വിയോജിപ്പുണ്ട് ഈ കാര്യത്തിൽ. ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പ്രകടിപ്പിച്ച വികാരം ലോകമെമ്പാടുമുള്ള മലയാളികളായ മനുഷ്യരുടെ വികാരമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അതേ ദുഃഖം, അതേ നടുക്കം, അതേ ആശങ്ക സത്യസന്ധമായി ഹൃദയങ്ങളിൽ പേറുന്ന ഒരാൾ തന്നെയാണ് അങ്ങ് സൂചിപ്പിച്ച ശ്രീ ചിഞ്ചുറാണി എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തെറ്റിദ്ധാരണാജനകമായ ചില പ്രയോഗങ്ങൾ, ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് അവർ തന്നെ നീതി പുലർത്തിക്കൊണ്ട് അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളെങ്കിൽ അത് നിർഭാഗ്യകരമാണെന്നും അത് താൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തതാണെന്നും അത് താൻ പിൻവലിക്കുന്നുവെന്നും പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം, ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 ദിവസങ്ങൾക്ക് പുറകിലാണ് ഏറ്റവും അഭിമാനകരമായ പല നേട്ടങ്ങളെയും സ്വന്തമാക്കുന്ന, ഏറ്റവും മികവുള്ള പൊതുവിദ്യാഭ്യാസ രംഗം വിവിധ ക്ലാസ് മുറികളിൽ സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാർ അംഗീകാരം നമ്മളെ തേടിയെത്തി. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തരത്തിൽ നമ്മളെല്ലാവരും അപലപിക്കുന്ന, നമ്മളെ എല്ലാവരെയും ആശങ്കയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു സംഭവവികാസമുണ്ടായി. അത്തരമൊരു സംഭവവികാസം ഉണ്ടായാൽ നമ്മുടെ ഇന്നയോളമുള്ള എല്ലാ ചരിത്രഘട്ടങ്ങളിലും ഇങ്ങനത്തെ ഒഴിവാക്കാൻ കഴിയുമായിരുന്ന ഒരു സംഭവവികാസം ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും സ്വീകരിക്കുന്ന ഒരു സമീപനം. ഇനി ഇത്തരത്തിലൊന്നും എങ്ങനെ ആവർത്തിക്കാതിരിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള പഴുതടച്ച നടപടിക്രമങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു ജാഗ്രതയുടെ രൂപമായി ഇത്തരം സംഭവവികാസങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങ് സൂചിപ്പിച്ച പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ സമീപ മണിക്കൂറുകളിലെ വാർത്താ സമ്മേളനങ്ങളിൽ ഓരോന്നും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ അത്രയും നിറഞ്ഞു നിൽക്കുന്നത് ഈ സംഭവവികാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ കുടുംബത്തെ കേരളത്തിന്റെ ഒരു മകനെന്നതുപോലെ ചേർത്ത് പിടിക്കാനുള്ള സമീപനമാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ അറിവ് ശരിയെങ്കിൽ കേരളത്തിലെ എല്ലാ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് മറ്റു സ്കൂളുകളിൽ പൊതുവിലും പ്രത്യേകിച്ച് ഇത്തരം പരിശോധന ശക്തമായി തന്നെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഇതിനോടകം വന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, മെയ് മാസം 13 തീയതി 2025 സ്കൂൾ പ്രവേശനത്തിന് തൊട്ട് മുമ്പ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ സവിശേഷകരമായ ഉത്തരവിന്റെ 1-ാം ഭാഗം എന്ന് പറയുന്നത് സ്കൂളുകളുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ളതാണ്. അതിന്റെ 9-ാമത്തെ ഭാഗം, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അതിന്റെ 9-ാമത്തെ ഭാഗം ഇത്തരത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ, താഴേക്ക് തടവി നിൽക്കുന്ന ഇത്തരത്തിലുള്ള വൈദ്യുതി ഉപകരണങ്ങൾ, അല്ലെങ്കിൽ സുരക്ഷാ വേലിയില്ലാത്ത ട്രാൻസ്ഫോർമറുകൾ, വൈദ്യുതി കമ്പികൾ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് KSEBക്ക് മുന്നറിയിപ്പ് നൽകാനും ആവശ്യമായ മുൻകരുതലുകളും നടപടിക്രമങ്ങളും സ്വീകരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുവാനും ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉപഡയറക്ടർമാർക്കും SSAയുടെ പ്രൊജക്ട് ഓഫീസർമാർക്കും പ്രിൻസിപ്പൽമാർക്കും ഒക്കെ അയച്ച കത്താണ്. ഇക്കാര്യങ്ങളിൽ ആരുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്? ഞാൻ മനസ്സിലാക്കുന്നു, സ്കൂൾ മാനേജർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇതിനോടകം നടപടിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഇക്കാര്യങ്ങളിൽ ആരുടെ ഭാഗത്തു നിന്ന് കുറ്റകരമായ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്, അവരുടെ നേർക്കെല്ലാം പഴുതടച്ച നടപടിക്രമങ്ങൾ സ്വീകരിക്കും. ഭാവിയിൽ ഇത്തരത്തിലൊന്നും ആവർത്തിക്കാതിരിക്കാൻ മാത്രം സുരക്ഷയുള്ളത് കൂടെയാക്കി നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തെ മാറ്റിയെടുക്കുക. അല്ലാതെ അടിയന്തരമുണ്ടാണോ? ഇനി ഇങ്ങനൊരു സംഭവം നമുക്ക് അചിന്ത്യമാണോ, ചിന്തിക്കാൻ കഴിയില്ലല്ലോ. ശ്രീ എം ലിജു, ഇവിടെ നമ്മൾ കാണുന്നത്, ഇന്നലെ മുതൽ ഈ സമയം വരെ കാണുന്നത് അനാസ്ഥകളുടെ ഒരു ഘോഷയാത്രയാണ്. കെടുകാര്യസ്ഥതകളുടെ, കഴിവുകേടുകളുടെ, ഒരുപക്ഷെ പാമ്പ് പിടിച്ചവൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളായതുകൊണ്ട് ഇത്രയൊക്കെ മതി എന്നുള്ള ഉപേക്ഷയുടെ ഒരുപാട് ഉദാഹരണം. ഏറ്റവും ഒടുവിൽ ഒന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കം ഒരുപാട് ഉദാഹരണങ്ങൾ പുറത്തേക്ക് വരികയാണ്. സ്കൂൾ മാനേജർ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്തു. അത് മതിയോ? ആ മാനേജർക്കെതിരെയല്ലേ നടപടി വേണ്ടത്? ശ്രീ എം ലിജു, നരഹത്യാ കുറ്റം ചുമത്തിയെ അറസ്റ്റ് ചെയ്യണ്ടേ? ശ്രീ എം ലിജു. ഹാഷ്മി, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും ദാരുണമായ, നമുക്കൊക്കെ വലിയ വിഷമമുണ്ടാക്കുന്ന, കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും കടുത്ത വിഷമമുണ്ടാക്കിയ
സംഭവമാണ് ആ പ്രിയപ്പെട്ട മകൻ്റെ മരണം. അപ്പോൾ ആ മരണത്തിന് തൊട്ടു പിന്നാലെ ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുടെ ന്യായീകരണമുണ്ടായി. അത് കുട്ടി ആരും പറയാതെ മുകളിൽ കയറിയതാണ്, പലരും അതിനെ തടഞ്ഞിട്ട് പോലും കയറി ഉണ്ടായ അപകടമാണെന്ന രീതിയിൽ ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള പരാമർശങ്ങളുണ്ടായി. അത് ഞാനൊരു രാഷ്ട്രീയവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് ഹാഷ്മി, നമ്മളത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ഹാഷ്മി ചോദിച്ച ചോദ്യം സ്കൂൾ മാനേജ്മെൻറ്റിനെ കുറിച്ച്. ആരാണ് സ്കൂൾ മാനേജ്മെൻറ്റ്? സ്കൂൾ മാനേജ്മെൻറ്റ് CPM ആണ്. CPMന്റെ 3 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി 3 ഏരിയ കമ്മിറ്റികളുടെ നിയന്ത്രണത്തിലുള്ള CPM ജില്ലാ കമ്മിറ്റി നേരിട്ട് മാനേജരെ നിയമിക്കുന്ന ഒരു സ്കൂളാണത്. അവിടുത്തെ തൊട്ടു മുമ്പത്തെ മാനേജർ എന്നത് ഇപ്പോഴത്തെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപനാണ്. ഇപ്പോഴത്തെ മാനേജ്മെന്റ് എന്തുകൊണ്ടത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കുമായിരുന്നു, ഞാനത് എങ്ങും കണ്ടില്ല. മൈനാഗപ്പള്ളി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഗോപനായിരുന്നു. ഞാൻ പറയട്ടെ, നമ്മൾ ഇന്നലെ വൈകിട്ട് ഫോണിൽ വിളിക്കുമ്പോൾ അദ്ദേഹം അബ്രപ്റ്റായി പറഞ്ഞു എനിക്ക് ആ സ്കൂളിൽ യാതൊരു ബന്ധവുമില്ല, ഞാൻ മുൻ മാനേജറും അല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അയാൾ കള്ളം പറഞ്ഞ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്ഥിരീകരിക്കാൻ ഇല്ല. സ്കൂൾ ഒരു നിമിഷം അദ്ദേഹം സ്കൂൾ മാനേജർ അല്ല, അദ്ദേഹം മുൻ സ്കൂൾ മാനേജറാണ്. പ്രാദേശികമായി അത് വെരിഫൈ ചെയ്യേണ്ടതാണ്. എനിക്ക് ഈ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തു നിന്നും പ്രദേശവാസികളും കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളും എന്നെ വിളിച്ചറിയിച്ച കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് CPM മാനേജ്മെന്റാണ്, CPM നേരിട്ട് നിയന്ത്രിക്കുന്ന മാനേജ്മെന്റാണ്. ഇപ്പോഴത്തെ മാനേജർ അവർ പറഞ്ഞു മൈനാഗപ്പള്ളി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് എന്നാണ് എന്നെ അവർ അറിയിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിനെ രക്ഷിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി തന്നെയാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായത്. കാരണം CPM നേരിട്ട് നടത്തുന്ന സ്കൂളായതുകൊണ്ടാണ് ഇത്തരം പരാമർശം ഉണ്ടായത് പറഞ്ഞു. രണ്ടാമത് അവരെന്നോട് പറഞ്ഞത് ഇപ്പോൾ ആ ഇലക്ട്രിക് കണക്ഷൻ ഹൈ ടെൻഷൻ വയർ പോകുന്നു. അവർ പറയുന്ന ആ ഒരു വീട്ടിലേക്ക് മാത്രമാണ് ആ വയറ് പോകുന്നത് സ്കൂളിലെ ഇതിൽ. അത് പോകുന്ന ഒരു CPM മുൻ പഞ്ചായത്ത് മെമ്പറുടെ, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, പക്ഷെ ഞാനത് പേര് പറയുന്നതൊന്നും ഒരു ചർച്ചയിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് അവിടെ പറയുന്നത്. ഒരു വീട്ടിലേക്ക് പോകുന്ന വയറാണ്. അതെന്തുകൊണ്ട് മാറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ CPMന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂൾ, CPMന്റെ മുൻ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലേക്കുള്ള ഇലക്ട്രിക് കണക്ഷൻ, അപ്പോൾ അതുകൊണ്ട് അത് മാറ്റേണ്ട എന്ന് തീരുമാനമെടുത്തതുകൊണ്ടാണ് ഇത്തരമൊരു സംവിധാനം ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ പോസ്റ്റ് ഇലക്ട്രിക് വയർ മാറ്റാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു എന്നാണ്. എന്നോട് ഉത്തരവാദിത്തപ്പെട്ട അതുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തകർ എന്നോട് പറഞ്ഞത്, ആ ഇലക്ട്രിസിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു അപേക്ഷയെ തന്നിട്ടില്ല. അവർ പറഞ്ഞ 2 കാര്യങ്ങൾ, 354 രൂപ പോസ്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ 354 രൂപ അവിടെ ഫീസ് കെട്ടിവെക്കണം, 2 ഹെഡുകളിലായി 354 രൂപ അവിടെ കെട്ടിവെക്കണം. അവർ ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ 354 രൂപ കെട്ടിവെച്ചതിൻ്റെ ഒരു റെസിപ്റ്റ് ആർക്കെങ്കിലും കാണിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം, ഒന്ന് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നമ്മുടെ സ്കൂളുകളിൽ ഒരു തരത്തിലുള്ള സുരക്ഷാ ഓഡിറ്റുകൾ നടക്കുന്നില്ല, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതം ഉൾപ്പെടെ അപകടത്തിലാവുന്നു. അതൊരു സിസ്റ്റത്തിൻ്റെ പ്രശ്നം. പക്ഷെ അതോടൊപ്പം വളരെ ക്രൂരമായ, നേരത്തെ ഹാഷ്മി ചോദിച്ചു, ഇൻസെൻസിറ്റീവ് ആർദ്രത ഒട്ടുമില്ലാത്ത പരാമർശങ്ങൾ മന്ത്രിമാരുടെയും ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തിന്റെയും ഭാഗത്ത് ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ CPM കണക്ഷൻ ആണെന്നുള്ള രാഷ്ട്രീയ ആരോപണമുണ്ട്. സ്കൂൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ശിവൻകുട്ടിയല്ലേ പറയുന്നത്. ശിവൻകുട്ടി കട്ടയ്ക്ക് പറയുകയാണ് ആരാ നടപടി ഉണ്ടാവും, അതിപ്പോൾ LDF സ്കൂളാണ് CPM സ്കൂളാണ് നടപടി ഉണ്ടാവും എന്ന് ശിവൻകുട്ടി പറയുക. അദ്ദേഹം കരച്ചിലിന്റെ വക്കോളമത്തിൽ പ്രതികരിക്കുക. ഒരു കൃഷ്ണൻകുട്ടി പറഞ്ഞ ഒരു മിനിസ്റ്റർ പറയുകയാണ്, അതായത് അത്ര താഴെയല്ല കുറച്ചുകൂടി മുകളിലാണെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നല്ലോ എന്നാ ആ മനുഷ്യൻ വെങ്ങിനെ പറയുന്നത്. ഇതെങ്ങനെയാണ് ഇത്രയും ഇൻസെൻസിറ്റീവിന്റെ പരകോടിയിലേക്ക് പരമാവധിയിലേക്ക് എത്താൻ മന്ത്രിമാർക്ക് പറ്റുന്നേ? ഞാൻ ശ്രീ ശിവൻകുട്ടി ആ കാര്യത്തിൽ പ്രകടിപ്പിച്ച വികാരത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ നമുക്കിപ്പോൾ എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, നമുക്കൊരു ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് ആൾ മരിക്കുമ്പോൾ നമ്മൾ ആശുപത്രികളിലേക്ക് ഓടുകയാണ്. എല്ലാ ആശുപത്രിയും നമുക്ക് നോക്കണം, സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കുഞ്ഞ് സ്കൂൾ ഷെഡിൻ്റെ മുകളിൽ കയറി ഷോക്ക് അടിച്ച് മരിക്കുമ്പോൾ നമ്മൾ ആ സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നു. 6 വർഷം മുമ്പ് ക്ലാസ് മുറിക്കുള്ളിൽ പാമ്പ് കടിച്ച് മരിക്കുമ്പോൾ നമ്മൾ പറയും സുരക്ഷാ ഓഡിറ്റ് വേണം. ശ്രീ രാഹുൽ ഗാന്ധി അന്ന് കത്ത് കൊടുത്തതിനൊക്കെ ഉൾപ്പെടെ അദ്ദേഹം ഇവിടെ പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിനെ ആസ് എ ഹോൾ ഈ സമഗ്രമായി കണ്ടുകൊണ്ട്
അത് ആരോഗ്യ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ഏത് വകുപ്പാണെങ്കിലും സമഗ്രമായി കണ്ട് ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു സർക്കുലർ അയച്ചതിനെക്കുറിച്ച് ശ്രീ ജയ്ക്ക് ചർച്ചയിൽ പറഞ്ഞു. ശരിയാണ്, ആ സർക്കുലർ നടപ്പിലാക്കണം. അതിന് മാനേജ്മെന്റ് ഉത്തരവാദിത്വം ഇല്ലേ? ഉദ്യോഗസ്ഥർ മാത്രമാണോ ഉത്തരവാദികളാവുന്നത്? മാനേജർക്ക് അതിന് ഉത്തരവാദിത്വം ഇല്ലേ? മാനേജ്മെന്റ് അതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലേ? സ്വാഭാവികമായിട്ട് അതെല്ലാം ചർച്ച ചെയ്യപ്പെടണം. അപ്പോൾ നമുക്ക് കേവലം ഒരു ഉദ്യോഗസ്ഥ വീഴ്ച എന്നതിനപ്പുറത്ത് ഒരു എയ്ഡഡ് സ്കൂളാവുമ്പോൾ ആ സിസ്റ്റത്തെക്കുറിച്ച് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം. ജയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ CPM സ്കൂളുമായിട്ട് ബന്ധമില്ലെങ്കിൽ അദ്ദേഹത്തിന് നിഷേധിക്കാം. എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രാദേശിക പാർട്ടി പ്രവർത്തകർ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നു, മുൻപ് ഇങ്ങനെയായിരുന്നു, അത് CPM നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്, CPM മൈനാഗപ്പള്ളി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അവിടുത്തെ മാനേജർ, അത് തീരുമാനിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റിയാണെന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ രക്ഷിക്കാൻ ശ്രമമുണ്ടായത് ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ആ ഇലക്ട്രിക് കണക്ഷൻ പോയിരിക്കുന്നതും CPM ഒരു മുൻ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലേക്ക് മാത്രമാണ്, ഒറ്റ വീട്ടിലേക്ക് മാത്രമാണെന്ന് പറയുന്നു. അത്തരത്തിൽ പോസ്റ്റ് മാറ്റാൻ ഒരു അപേക്ഷയും അവർക്ക് ലഭിച്ചിട്ടില്ലെന്നും, ആണെങ്കിൽ അവർ ചോദിച്ചൊരു കാര്യമാണ് 350, അവിടുന്ന് ഉദ്യോഗസ്ഥർ തന്നോട് തന്നെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു 354 രൂപയുടെ 2 ഹെഡിലായി അടച്ചെങ്കിൽ മാത്രമേ പോസ്റ്റ് നീക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു അപേക്ഷയോ അങ്ങനെ ഒരു ഫീസ് അടയ്ക്കലോ ഉണ്ടായിട്ടില്ലെന്നാണ്. ഞാൻ അങ്ങനെ താമസിക്കും ലിജു. ശ്രീ ജെക്സി തോമസ്, എന്തുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അത് പാർട്ടി സ്കൂൾ അല്ലെന്ന് പറയുന്നത്? ഒന്നാം തരം CPM നിയന്ത്രിത സ്കൂൾ തന്നെയാണ്. ലിജു പറയും മട്ടിൽ എന്താണ് അതിന്റെ മാനേജർ LC സെക്രട്ടറിയാണ്. അതൊരു ദൃശ്യങ്ങളൊന്ന് കാണിക്കാവും. ഇന്നലത്തെ മാനേജ്മെന്റ് യോഗത്തിന്റെ വിഷലാണ്. CPM സംസ്ഥാന സമിതി അംഗം സോമപ്രസാദ് അടക്കം വന്ന യോഗമാണ്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്, 2 ലോക്കൽ സെക്രട്ടറിമാരുണ്ട്, പ്രസിഡന്റായും മാനേജരായും. എങ്ങനെയാണ് CPM സ്കൂൾ അല്ലാതാവുന്നത്? എന്തുകൊണ്ടാണ് ജനകീയ മുന്നണി സ്കൂളായി മാറുന്നത്? എങ്ങനെയാണ് ജയ്ക്ക്? അല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന പല എയ്ഡഡ് സ്വഭാവത്തിലുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണസമിതികൾ ഉണ്ടായിട്ടുള്ളതുണ്ട്, CPM നേതൃത്വം നൽകുന്ന ഭരണസമിതികൾ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കോൺഗ്രസും CPM ഒക്കെ സംയുക്തമായി നേതൃത്വം നൽകുകയും കാലാകാലങ്ങളിൽ ഇത്തരം പദവികൾ റൊട്ടേഷൻ എന്നതുപോലെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടിസ്ഥാനത്തിൽ മാറി മാറി വരികയും ഒക്കെ ചെയ്യുന്ന സ്വഭാവത്തിലുള്ള സ്കൂളുകളുണ്ട്. ഈ പ്രത്യേക സ്കൂളിൽ നിലവിൽ മാനേജർ പദവിയെ അലങ്കരിക്കുന്ന ആളാരാണ്, അല്ലെങ്കിൽ മാനേജർ പദവിയെ തീരുമാനിക്കുന്ന ഒരു രീതി എന്താണ്? ഞാൻ അതിനെ സംബന്ധിച്ച് വ്യക്തിപരമായി അന്വേഷിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കോൺഗ്രസ് പ്രതിനിധി ഉന്നയിച്ച വാദമുഖങ്ങൾ അപ്രകാരം ഒരു ശരിയുണ്ടോ? എന്തായാലും എന്റെ പരിമിതമായ അറിവിൽ എനിക്കിപ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം ഒന്നുണ്ട്. അത് CPM ഏതെങ്കിലും ഒരു പാർട്ടി ജില്ലാ കമ്മിറ്റി ഇടപെട്ടിട്ടല്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മാനേജർ പദവിയോ അല്ലെങ്കിൽ തത്തുല്യമായ ഭരണഘടനാപരമായ മറ്റു പദവികളോ തീരുമാനിക്കുന്നത്. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതെന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോഴുള്ള അടക്കം മുന്നടക്കം എല്ലാവരും ഇപ്പൊ ഇന്നലെ നമ്മളോട് ഇപ്പൊ പറയുന്ന ഗോപൻ, അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. ഡോക്ടർ CK ഗോപനാണോ PK ഗോപനാണോ? അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹമാണ് മുൻമാരൻ എല്ലാവരും പറയുന്നത്. പക്ഷെ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് സ്കൂളുമായിട്ട് യാതൊരു ബന്ധമില്ല, സ്കൂളിൽ പഠിച്ച ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ആ മട്ടിൽ സ്കൂൾ തുടങ്ങിയ കാലം മുതൽ അവിടുത്തെ മാനേജരും മൊത്തം CPM നേതാക്കൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ ആ സ്കൂൾ അക്കാലമത്തിൽ അഭിമാനകരമായി പ്രവർത്തിക്കുന്ന സ്കൂളാണ്. അത് CPM സ്കൂളാണ്. ഈ പറയുന്ന രീതിയിൽ പണം വരുന്നത് CPM തന്നെയാണ് വരുന്നത്, അല്ലെങ്കിൽ CPM ഭരണസമിതിക്ക് തന്നെയാണ് വരുന്നത്. അത് പറയാൻ മടി എന്തിനാണ്? അത് ജനകീയ സമിതി നമുക്ക് പറയുന്നത് എന്തിനാ ജയിക്ക്? അല്ല, അങ്ങ് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ അങ്ങയും മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ വ്യത്യസ്ത രാഷ്ട്രീയ ആശയധാരകളും ഒക്കെയായി സുദൃഢമായ ബന്ധമുള്ള ആളാണല്ലോ. CPM ഒരു പാർട്ടി ജില്ലാ കമ്മിറ്റി ഇടപെട്ടിട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മാനേജറെ വർഷാവർഷം നിശ്ചയിക്കുക, അത്തരം ഒരു പതിവുണ്ടോ? ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ജനകീയ സമിതിക്കകത്ത് CPM പ്രവർത്തകർക്ക് ഭൂരിപക്ഷം ഉണ്ടെന്ന് കരുതുക. അതൊക്കെ പ്രാദേശികമായിട്ട് ആ ജനകീയ സമിതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ പിന്തുണയോടുകൂടിയിട്ടായിരിക്കും അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക. അതിനകത്തൊന്നും ഒരു പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് ബന്ധമുണ്ടെന്ന് എന്റെ പരിമിതമായ അറിവിൽ എനിക്ക് എവിടെയും ഇതേവരെ സാക്ഷീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സൂചിപ്പിച്ച ചില പേരുകാരെ സംബന്ധിച്ച് അല്ല, ഞാൻ പറയട്ടെ. ഇപ്പോ അങ്ങ് സൂചിപ്പിച്ച ചില പേരുകാർ, അങ്ങെന്ന് പറഞ്ഞാൽ അങ്ങ് ചോദ്യത്തിൽ ഉന്നയിച്ച ചില പേരുകാർ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ വാദത്തിൽ ഉന്നയിച്ച ചില പേരുകാരാണ്. അങ്ങൊന്ന് കരുതുക, ഇപ്പൊ CPM ഏതെങ്കിലും ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഘടകത്തിൽ ഇരിക്കുന്ന ഒരാളാണ്, ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് ബിരുദമുള്ള മറ്റാരെങ്കിലും ഒരാളോ മാനേജർ ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന് കരുതുക. ഞാൻ പറഞ്ഞു, അതിന് ഈ കാര്യത്തിൽ സവിശേഷകരമായി എന്തു ബന്ധം, എന്ത് കാര്യമാണ് ചെയ്യാനുള്ളത്? എനിക്ക് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങേയറ്റം കക്ഷി രാഷ്ട്രീയമായ കാര്യത്തിലാണ് ഇത്തരം സംഭവവികാസങ്ങളെ വിലയിരുത്താൻ പോകുന്നതെങ്കിൽ എനിക്ക് അങ്ങനെയാണെങ്കിൽ വേണം തിരിച്ചു ചോദിക്കാമല്ലോ, ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ്?
ഏതൊക്കെ പാർട്ടികൾ ചേർന്നിട്ടാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്? എല്ലാ വർഷവും സ്കൂളുകൾക്ക് ഇത്തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരാണ്? എല്ലാ വർഷവും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കേണ്ടതുണ്ട് കേരളത്തിൽ ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിന്, ഒരു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തുറന്നു പ്രവർത്തിക്കാൻ. അപ്പം ഇത്തരം കാര്യങ്ങൾക്കകത്ത് സ്കൂൾ പ്രവേശനോത്സവത്തിന് മുമ്പായിട്ട് ഇത്തരം സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തി ഈ സ്കൂളിന് പ്രവർത്തന അനുമതി കൊടുക്കുന്നതിൽ ഗ്രാമപഞ്ചായത്തിന് ബന്ധമില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും RSPയും അടങ്ങുന്ന കേരളത്തിലെ UDFന് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ അവിടെ ഒരു അപകടം ഉണ്ടാകാനുള്ള ദുഷ്ടലാക്ക് ഉണ്ടായിരുന്നോ? അങ്ങനെയൊക്കെ ഞാൻ തിരിച്ചു ചോദിച്ചാൽ എങ്ങനെയായിരിക്കും? ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല. ഒരു പ്രശ്നമല്ല, ചോദിക്കണം. അത് കാര്യം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്ന ആ പഞ്ചായത്തിലെ സ്കൂളിൽ ഒരു കുഴപ്പമില്ലെന്നാ പറയുന്നത്. സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് ഡിഫെക്ട്സ് ഇഫ് എനി എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 നിൽ ഒരു കുഴപ്പമില്ല, സ്കൂൾ പ്രവർത്തിക്കുന്ന ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഇന്ന് ബാലാവകാശ കമ്മീഷൻ പറയുന്നത് സ്കൂൾ ക്ലാസ് മുറി പൊട്ടിപ്പൊളിഞ്ഞ് നടക്കാന്നാ പറയുന്നത്. ചോദിക്കണം JK, ചോദ്യം. എല്ലാത്തിനും രാഷ്ട്രീയം ഉണ്ട് JK. തീർച്ചയായിട്ടും. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ആ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ആധാരമായി അങ്ങ് സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് ഭരണസമിതി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതിനോട് അനുരൂപമായി ചേർന്ന് പ്രവർത്തിക്കേണ്ട ഇത്തരത്തിൽ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള ഇത്തരം അങ്ങ് ഒപ്പിടേണ്ടത് ഉണ്ട് എന്ന് സൂചിപ്പിച്ച ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ നിർബന്ധമായും പരിശോധിക്കേണ്ടതുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്ന് തോന്നുന്ന ഏത് വീഴ്ചയ്ക്കും കണക്കറ്റ ദയാരഹിതമായ നടപടി അർഹിക്കുന്നുമുണ്ട്, തർക്കഭേദമില്ല. പക്ഷെ ഞാൻ പറയാൻ വന്നത് എന്താണ്, അതിന്റെ പേരിൽ ഇതൊരു കോൺഗ്രസ് RSP ഗൂഢാലോചനയാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് അവകാശമില്ലാതെ ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഒരു കോൺഗ്രസ് RSP ഗൂഢാലോചനയാണ്. അതുകൊണ്ട് UDFന്റെ പ്രതിനിധിയായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അങ്ങാണ് മറുപടി പറയേണ്ടത് എന്ന് അങ്ങേയറ്റം രൂഢമൂലമായ കക്ഷി രാഷ്ട്രീയ ബുദ്ധിയോടുകൂടെ ഞാൻ തിരികെ സംസാരിച്ചാലോ? അവിടെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ സംസാരിക്കില്ല. ഗ്രാമപഞ്ചായത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തക്കേട് ഉണ്ടായിട്ടുണ്ട്. ലഘുവായി പറയാൻ കഴിയില്ല JK. CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അതിന്റെ സ്കൂൾ ഇൻചാർജ്. സ്കൂൾ മാനേജർ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. സ്കൂൾ പ്രസിഡന്റ് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. സ്കൂൾ അപ്പോയിന്റ്മെന്റ് 3 CPM ഏരിയ കമ്മിറ്റികൾക്കാണ്. അതുകൊണ്ട് പഞ്ചായത്തിൽ പറഞ്ഞ് CPM ഒരു ബന്ധവുമില്ല എന്ന് പറയല്ലേ JK. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം വിശാലമായ അർത്ഥത്തിൽ നമ്മൾ കാണേണ്ട ദാരുണമായ ഒരു സംഭവവികാസത്തെ? ഗ്രാമപഞ്ചായത്ത് ഭരണം നിർവഹിക്കുന്ന കക്ഷി ആരാണ്? സ്കൂൾ മാനേജർ അംഗമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? ഇവർക്കൊക്കെയല്ല ഇതിന്റെ ആത്യന്തികമായ ഉത്തരവാദിത്തം. ഇതൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമായിട്ട് സത്യസന്ധമായി അങ്ങേക്ക് വിലയിരുത്താൻ കഴിയുന്നുണ്ടോ? അങ്ങൊന്ന് പരിശോധിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും കോൺഗ്രസ് പ്രതിനിധിയും ഗ്രാമപഞ്ചായത്ത് നിങ്ങളെ അല്ലേ എന്നും സ്കൂൾ മാനേജറുടെ പാർട്ടി അംഗത്വം ചിലപ്പോൾ CPM അല്ലേ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിക്കാം. ഒരു കുട്ടി മരണപ്പെട്ട കേസിലെ ആസ്പദമായ കാര്യം ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള വിശാലവും വിപുലവുമായ ജാഗ്രതയും അതേ തുടർന്ന് നമ്മൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളും ഒക്കെ അവിടെ കിടക്കും. വേണമെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ എനിക്കും ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അല്പനേരം സെൻസേഷണലായിട്ട് ഈ ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് തർക്കിക്കാം, വേണമെങ്കിൽ തല്ലുകൂടാം. പക്ഷെ അവിടെ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നല്ല ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ, നിറഞ്ഞ സംയമനത്തോടുകൂടെ പറയുന്നത്, ഈ കാര്യം അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഇടുങ്ങിയ കള്ളിയിൽ വെച്ച് തർക്കിച്ചും സംവദിച്ചും അവസാനിപ്പിക്കേണ്ട ഒരു ലഘുവായ പ്രശ്നമല്ല. ഇത് കേരളീയ മനസാക്ഷിയാകെ പിടിച്ചുലച്ചതാണ്. ആ കാര്യങ്ങൾക്കകത്ത് സംഭവിച്ച കാര്യങ്ങൾക്കകത്ത് സംഭവിച്ച വീഴ്ച എന്ന് പറയുന്നത് സൂചിപ്പിച്ചതുപോലെ മാനേജറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ, പ്രധാന അധ്യാപകയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അവരുടെ രാഷ്ട്രീയ പക്ഷപാതിത്വം കോൺഗ്രസോ CPM BJPയോ ഏതുമാവട്ടെ, ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ മറ്റുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ നയിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന്, അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യം കോൺഗ്രസോ RSPയോ ഏതുമാവട്ടെ, അവർക്കൊക്കെ എതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുകയും ഇപ്രകാരം ഒരു മാപ്പറിയിക്കാത്ത ഉത്തരവാദിത്തക്കുറവ് നാളെ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അവർക്ക് അവരവരുടെ കസേരയിൽ സുഖകരമായി ഇരിക്കാൻ കഴിയില്ല എന്ന തികഞ്ഞ സന്ദേശവും ഞാൻ ലിജു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. ഇത് മൈനാപ്പള്ളി പഞ്ചായത്തിലെ കൊടുത്തതാണ്. എന്താണ് അതിൽ പീരീഡ് ഫോർ വിച്ച് ദ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ഇൻ 2026. അതിൽ നേച്ചർ ഓഫ് ഡിഫെക്ട്സ് ഇഫ് എനി, അതിൽ ഫൗണ്ടേഷൻ ആൻഡ് ബേസ്മെന്റ് ഒന്നുമില്ല, സൂപ്പർ സ്ട്രക്ചർ ഒരു കുഴപ്പമില്ല, ഡോർസ് ആൻഡ് വിൻഡോസ് നല്ല പക്കയാണ്, വുഡ് വർക്ക് റോട്ട് ആൻഡ് പുട്ടപ്പ് ഒരു കുഴപ്പമില്ല, റൂഫിന് കുഴപ്പമില്ല, ഫ്ലോറിങ്ങിന് കുഴപ്പമില്ല, മിസലേനിയസ് ക്രാക്സിന് കുഴപ്പമില്ല. ഇനി മേജർ ഡിഫക്ട്സ് നോട്ടീസ്ഡ് വിച്ച് വിൽ റെൻഡർ ദ ബിൽഡിംഗ് അൺസേഫ് ഇൻ എനി മാനർ. ഒരു പ്രശ്നവുമില്ല, സ്കൂളിന് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഊഞ്ഞാല് പോലെ ഞാന്ന് കിടക്കുന്ന ഈ വൈദ്യുതി ലൈൻ ആ കണ്ടിട്ടില്ല. DOയുടെ പ്രതിനിധി ഇന്നലെ കണ്ടു. DO എന്തൊരു ഉത്തരവാദിത്വം ഇല്ലാതാ പറയുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് അറിയോ? സ്കൂളിന്റെ ബാക്കിലാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ശ്രദ്ധയപ്പെട്ടില്ല എന്ന്. എൻ്റെ ലിജു, അത് അവിടെ കാശുകാരൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളാണെങ്കിൽ ഇത്ര മര്യാദകെട്ട അവതാ പറയോ ഇവരൊക്കെ? ലിജു, അല്ല, ഒരിക്കലും അത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ നേരത്തെ കയ്യുയർത്തി എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഒരു സ്കൂൾ മാനേജ്മെന്റിന്റെ CPM ബന്ധം പറഞ്ഞത് ഇതൊരു കക്ഷി രാഷ്ട്രീയ ചർച്ചയാക്കാനല്ല.
പക്ഷെ കുറ്റക്കാരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഉന്നതമായ രാഷ്ട്രീയ ബന്ധം കൊണ്ട് അവർ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അവരെ ഫ്രീ ആക്കിക്കൊണ്ട്, കാരണം ഈ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊന്നും ഈ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വാർത്തകളിലൊന്നും ഈ ഒരു ബന്ധം ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട CPM നേതൃത്വം നിയന്ത്രിക്കും. നേരത്തെ പറഞ്ഞ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ ചുമതലയുള്ളൊരു സ്കൂളിൽപ്പെട്ട മാനേജ്മെന്റിന് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഞാൻ അതുകൊണ്ടാണ് എടുത്തിട്ടത്. കേരള സമൂഹത്തിന് മുമ്പാകെ ഇത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കേരള ഉദ്യോഗസ്ഥന്മാർ മാത്രം ഇടപെടേണ്ട ഒരു കാര്യമല്ല എന്നുകൊണ്ട് മാത്രമാണ് ഈ കാര്യം ചർച്ച. അല്ലാതെ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു തർക്കത്തിന് വേണ്ടി രംഗത്ത് വന്നല്ല. മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഞാൻ ആ കാര്യം അവരോട് സംസാരിച്ചു, നിങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് പഞ്ചായത്ത് ഭരണസമിതിക്ക് സ്കൂൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധമില്ല, കാരണം അവർ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് കൊടുക്കേണ്ടത് കൃത്യമായ ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. നടപടി എടുക്കണം. ഒരു കുഞ്ഞിന്റെ ജീവൻ നിസ്സാരമായി നഷ്ടപ്പെട്ടു പോയവരിൽ അത് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് ഉണ്ടാവണം. മാനേജ്മെന്റിനെതിരെ നടപടി വേണം. അധ്യാപകർക്ക്, പ്രധാന അധ്യാപകർ ഉൾപ്പെടെയുള്ള അധ്യാപകർക്ക് അതിൽ കുറ്റമുണ്ട്, അവർക്ക് നടപടി വേണം. KSEB ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്കൂളിനെ ഇത്ര നിരുത്തരവാദിത്വപരമായി കണ്ട KSEB ഉദ്യോഗസ്ഥർക്ക് നടപടി വേണം. അതോടൊപ്പം തന്നെ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന LSGD ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരാരാണെങ്കിലും അവർക്ക് നടപടി വേണം. അതാണ് പറഞ്ഞത്. അതല്ലാതെ കേവലം ഒരു രാഷ്ട്രീയ ചർച്ചയാക്കാനോ അതിൽ കുറ്റക്കാരിക്കുന്ന ആളെ കുറ്റപ്പെടുത്താനോ വെള്ളപൂശാനുമല്ല പറയുന്നത്. ചുരുങ്ങിയ വാക്കുകൾ മറുപടി പറഞ്ഞിട്ട് 8 മണിക്ക് പോകണം നേരത്തെ പറഞ്ഞായിരുന്നു ജയിക്ക്. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഈ കാര്യത്തിനകത്ത് അങ്ങ് സൂചിപ്പിച്ചു, ഈ കാര്യങ്ങൾക്കകത്ത് ആരെയോ സംരക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഞാനിപ്പോ വ്യക്തിപരമായി എന്റെ ഏതെങ്കിലും ഒരു വിശദീകരണം അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നില്ല. അങ്ങ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഇതിനെ സംബന്ധിച്ചുള്ള വാർത്താ ബൈറ്റുകൾ എനിക്ക് തോന്നുന്നു സ്കൂൾ മാനേജ്മെന്റിനെ നടപടിയെടുക്കാൻ മാത്രമല്ല ഞാൻ പറഞ്ഞില്ല. അല്ല, അങ്ങ് മനസ്സിലാ അല്ല ഇല്ല, അങ്ങ് പറഞ്ഞതിന്റെ ഒരു കാര്യം എന്താണ്, ഇത്തരത്തിലുള്ള ഇതുവരെ സംരക്ഷിക്ക ഉണ്ടാകരുത് എന്നാണ് ഞാൻ വാർത്തയായി അങ്ങയുടെ വാദമുഖത്തിൽ അങ്ങ് ഉണ്ടാവരുതെന്ന് ഒരിക്കലും ഇല്ല. സമയം ഒരിക്കലും ഇല്ല. അത്തരത്തിലൊരു സമീപനമുണ്ടോ? കാരണം അങ്ങ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം എടുത്ത് പരിശോധിച്ചാൽ മതി. ഞാൻ മനസ്സിലാക്കുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ വാർത്താ പ്രതികരണത്തിൽ ഞാൻ കാണുന്നത് സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിടാൻ പോലുമുള്ള അധികാരം തങ്ങൾക്കുണ്ട്, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനുണ്ട് എന്നുള്ളതാണ്. സ്കൂൾ മാനേജ്മെന്റ് അങ്ങ് സൂചിപ്പിച്ച രാഷ്ട്രീയ അർത്ഥങ്ങൾ, അങ്ങ് നൽകിയ രാഷ്ട്രീയ മാനങ്ങൾ ശരിയെങ്കിൽ ആ സ്കൂൾ മാനേജ്മെന്റ് ആരുടേതുമാകട്ടെ, ഏതോ ഉന്നതന്റെയൊക്കെ പേര് പറയുന്നുണ്ട്, ഞാനിപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല, പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ആരുടേതുമാകട്ടെ, അത്തരത്തിൽ തെറ്റിദ്ധാരണജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സ്കൂൾ മാനേജ്മെന്റിന് ഉത്തരവാദിത്തം വന്നിട്ടുണ്ടെങ്കിൽ ഏൽക്കേണ്ട വന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ അതിശക്തമായ തീർച്ചയായിട്ടും. അപ്പോൾ ആ പ്രതികരണത്തെയാണ് സൂചിപ്പിച്ചത്. അതായത് ഈ കാര്യത്തിനകത്ത് ആരൊക്കെ ഉപ്പ് തിന്നാൻ കാരണക്കാരായി വന്നിട്ടുണ്ടോ അവരൊക്കെ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ടതില്ല. ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം, തെറ്റിദ്ധാരണാജനകമായ ഒരു കാര്യം ഈ കാര്യത്തിൽ ഒരാൾക്കും അത് ഏത് സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾക്കും ലഭിക്കാൻ പോകുകയില്ല. അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടതില്ല, കോൺഗ്രസ് പ്രതിക്ക് ഒട്ടും സംശയം വേണ്ടതില്ല. ഓക്കെ താങ്ക് യു ജയ്ക്ക് ഇറങ്ങിക്കോളൂ. എന്തായാലും ജോസഫ് ആന്റണി, PTA പ്രസിഡന്റ് ജോസഫ് ആന്റണി, ഈ പറയുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഭരണസമിതിയിലെ CPM അംഗങ്ങൾ, അല്ലെങ്കിൽ ഭരണസമിതിയുടെ പ്രശ്നങ്ങൾ, KSEBയുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളൊരു PTA ആണ്, അങ്ങ് PTA പ്രസിഡന്റാണ് സാറേ. അവിടെ വർഷങ്ങളായിട്ട് അവനെ ഊഞ്ഞാല് പോലെ താങ്ങിക്കിടക്കുകയാണ്. അത് ഒറ്റ നോട്ടത്തിൽ കണ്ട ഏത് കുഞ്ഞിന് മനസ്സിലാവില്ല ഇതെന്തൊരു എന്ന്. നമ്മളിപ്പോൾ ആ കുട്ടി മരിക്കണ്ട, സാധാരണഗതിയിൽ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ആന്തലോടെ അല്ലാതെ ആ ദൃശ്യം കാണാൻ പറ്റുമോ? ഒരു തകര ഷീറ്റിൻ്റെ തൊട്ടില്ല, ഇങ്ങനെ കിടക്കുകയാണ്. നിങ്ങളുടെ ഒന്നും കണ്ണിപ്പടഞ്ഞത് എന്താ? നിങ്ങളുടെ ഒന്നും അത് കണ്ണിപ്പെടാതെ പോയത് എന്താ ശ്രീ ജോസഫ് ആന്റണി? കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ടാണ് ഞാൻ ആ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ആയിരിക്കുന്നത്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ആ ഒരു വർഷക്കാലവും തൂങ്ങി നിൽക്കുകയാണ് അതവിടെ. 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, 4 വർഷമല്ല, 5 വർഷമല്ല, എത്രയോ വർഷമായിട്ട് തൂങ്ങി നിൽക്കുക അവിടെ. അതെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് PTA-യിൽ നമ്മൾ കൃത്യമായി അഭിപ്രായം പറയുകയും ആ അഭിപ്രായം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ലഭ്യമായ ഒരു വിവരം എന്ന് പറയുന്നത് 40 വർഷങ്ങൾക്ക് മുൻപ് സമീപ പ്രദേശത്തെ ഒരു വീട്ടിലേക്കും പിന്നീട് നാളുകൾക്ക് ശേഷം തൊട്ടടുത്ത ഗേൾസ് ഹൈസ്കൂളിലേക്ക് ഒരു 3 ഫേസ് ലൈനുമാണ് ഇതിൽ നിന്ന് പോയിരിക്കുന്നത്. ഇത് അന്ന് 40 വർഷങ്ങൾക്ക് മുമ്പ്
ഈ വീടുമായി എന്തോ ഒരു കേസ് പറയുകയും ആ കേസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ADMന്റെ നിർദ്ദേശപ്രകാരമോ മറ്റോ അവിടേക്കൊരു കണക്ഷൻ കൊടുത്തതുമാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് കേബിൾ സംവിധാനത്തിലേക്ക് ആക്കിയിട്ട് നമുക്കിത് പരിഹരിക്കാം, അതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് PTA കമ്മിറ്റിയിൽ ധരിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഒരു സിംഗിൾ മാനേജ്മെന്റ് ഭരിക്കുന്ന സ്കൂളല്ല, ഇതൊരു കമ്മിറ്റിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ മാനേജർക്കും ഇതിന്റെ പ്രസിഡന്റിനുമൊക്കെ അവർക്ക് മുകളിലേക്കുള്ള ആളുകളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം ചലിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അവർക്ക് ഏത് തീരുമാനങ്ങൾ എടുക്കുവാനും വളരെ പെട്ടെന്ന് സാധ്യമാകാത്തതിന്റെ സാഹചര്യത്തിൽ അവർ ദിവസങ്ങളോളം എടുത്ത് സമയബന്ധിതമല്ലാത്ത തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാൻ അവർക്ക് കഴിയാതെ പോവുകയും ചെയ്യുന്നു. അതവിടെ നിൽക്കട്ടെ, അങ്ങയുടെ കുട്ടിയടക്കം പഠിക്കുന്ന സ്കൂളാണല്ലോ അത്, നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണല്ലോ അത്, അതിന്റെ PTA അധ്യക്ഷനാണല്ലോ താങ്കൾ. ഒരു വർഷമായി താങ്കൾ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുകയാണല്ലോ. ഈ വള്ളി ഇങ്ങനെ ഞാന്ന് കിടക്കുന്ന അങ്ങയുടെ അടക്കം, ആ PTA അടക്കം, ആ നാട്ടുകാരുടെ കണ്ണിലൊന്നും പെടാതെ പോയത് എന്നാ ചോദിക്കുന്നേ? സങ്കടപ്പെട്ട് ചോദിക്കുന്ന, ഞാൻ ദേഷ്യപ്പെടുന്നതല്ല. കണ്ണിൽ പെടാതെ പോയതല്ല, നമ്മളത് വളരെ സങ്കടകരമായി തന്നെ പറയുകയാണ്. അത് PTA കമ്മിറ്റികളിൽ ശക്തമായി അതിന് ചർച്ച വരികയും ആ ചർച്ച വന്നപ്പോൾ കൃത്യമായി വളരെ സമീപ ഭാവിയിൽ, അതായത് ഇലക്ട്രിസിറ്റി ബോർഡിന് വളരെ കുറച്ച് സ്ഥലങ്ങൾക്ക് മാത്രം 7 ലക്ഷം രൂപ പുതിയ കേബിൾ സംവിധാനം ഇടുന്നതിന് വേണമെന്നും ആ 7 ലക്ഷം രൂപ സമയബന്ധിതമായിട്ട് അവർക്ക് ഫണ്ട് ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാനേജ്മെന്റ് പറഞ്ഞത് വളരെ പെട്ടെന്ന് നമുക്ക് കേബിൾ സംവിധാനം വരും, അതുകൊണ്ടാണ് ഇത് മാറ്റണമെന്ന് തന്നെയാണ് നമ്മൾ അഭിപ്രായപ്പെട്ടത്. ജോസഫാണ്, ഞാൻ പിന്നെ ഇടപെടുക. ഇത് ഏതെങ്കിലും ഇപ്പൊ ഒരു ക്ലാസ് മുറി നവീകരണം, അല്ലെങ്കിൽ ബെഞ്ചും ഡെസ്കും പ്രശ്നമാണ്, അല്ലെങ്കിൽ വായനശാല പ്രശ്നമാണ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണ് താങ്കൾ ഈ പറയുന്നത് അംഗീകരിക്കാം. ഇത് എൻ്റെ ജോസഫാനാണ്, നോക്കൂ, അവിടെ ആ തകരശി എൻ്റെ അത്രയും 6 നീളമുള്ള ഒരാൾ താഴെ നിന്ന് കൈ പൊക്കിയ അത് ഈ മുട്ടും, ആ തകര ഷീറ്റിൽ നിന്ന് ഇത്രയാണ് അകലം. അതങ്ങനെ തൂങ്ങി നിൽക്കുമ്പോഴേക്കും നിങ്ങൾ 7 ലക്ഷം രൂപ അവിടെ വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാവോ? PTA നേതൃത്വത്തിൽ ആൾക്കാരെ കൂട്ടി അവിടെ കുത്തിയിരിക്കണ്ടേ, സമരം നടത്തണ്ടേ? എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടോ ഞാൻ ചോദിക്കുന്നത് താങ്കൾ കേൾക്കുന്നില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അഡ്വക്കേറ്റ് ബി എൻ അസ്കർ ഇവിടെ മന്ത്രിമാരുടെ അങ്ങേയറ്റം നിരുത്തരവാദപരമായ പ്രസ്താവന കേട്ടു. ചിഞ്ചുറാണി പറയുകയാണ്, എന്താണ് ഈ പറയുന്ന രീതിയിൽ വലിഞ്ഞു കയറി, സഹപാഠികളൊന്നും കയറാതെ വലിഞ്ഞു കയറി, അധ്യാപകർക്കൊന്നും പ്രശ്നമില്ല കേട്ടോ എന്നാ യോഗത്തിൽ പറയുക. ആ മരണം ഉള്ളിൽ ഒരു തരിമ്പെങ്കിലും തൊട്ടെങ്കിൽ, ഞാൻ പറയുന്നത് വളരെ ദൂരെ ഒരു അകന്ന ബന്ധത്തിൽ ഏതെങ്കിലും കുട്ടിയാണെങ്കിൽ മന്ത്രി അത് പറയുമോ? തരിമ്പെങ്കിലും തൊട്ടെങ്കിൽ താഴെ വന്നിറങ്ങി സുംബ കളിക്കുമോ? അത് കഴിഞ്ഞിട്ട് CPI തിരുത്തിയാൽ എന്താ, മന്ത്രി മാപ്പ് പറഞ്ഞാൽ എന്താ? അല്ല, മാപ്പ് പറഞ്ഞൊന്നുമില്ല, മന്ത്രി പറഞ്ഞ അങ്ങ് ഉദ്ദേശിച്ചെന്താ പറയുന്നത്? മന്ത്രി കൃഷ്ണൻകുട്ടി പണ്ട് വൈദ്യുതി ലൈനിൽ തൊടാൻ പോയപ്പോഴും വാഴ വെട്ടിയപ്പോഴേക്കും വാഴയുടെ 6 അടി 8 അടി 7 അടി നീളമുള്ള വാഴയുടെ കാര്യം പറയുകയാണ് മന്ത്രി കൃഷ്ണൻകുട്ടി. എന്നിട്ട് പറയുകയാണ് ഈ പറയുന്ന രീതിയിൽ ആ വൈദ്യുതി കുറച്ചുകൂടി മുകളിലോട്ട് ആയിരുന്നെങ്കിലും എന്ന് പറയുകയാണ്. വെങ്ങിയേന എന്ന് പറഞ്ഞാൽ കുട്ടി വരിക്കുമായിരുന്നാ പറയുന്ന മന്ത്രി. അറ്റ്ലീസ്റ്റ് വാടച്ചു വെക്കണ്ടേ മന്ത്രിമാർ? ശ്രീയാസ്കർ. ഹാഷ്മി, ഞാൻ അതിലേക്ക് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ സ്കൂള് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു സ്കൂളാണ്. സാധാരണ വളരെ ദരിദ്രരും ദുർബല ജനവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ പഠിക്കുന്ന ഒരു സ്കൂളായിരുന്നു. നിരവധി വിദ്യാർത്ഥികളെ മികച്ച സാമൂഹിക പ്രവർത്തകരും മികച്ച വിദ്യാർത്ഥികളും ഒക്കെ ആക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മികച്ച സംഭാവന നൽകിയിട്ടുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ ഇപ്പോൾ ലിജുവിൻ്റെയൊക്കെ തന്നെ കൊല്ലത്തെ DCCയുടെ പ്രസിഡന്റ് രാജേന്ദ്രപ്രസാദ് സാർ അവിടുത്തെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ആ സ്കൂളിൻ്റെ മാനേജറായിരുന്നു. ഇതിനു മുമ്പ് ഈ സ്കൂള് മാനേജറിൽ നിന്നും സുപ്രീം കോടതി വരെ കേസ് നടത്തിയതിന് ശേഷമാണ് ആ സ്കൂള് ജനകീയ സമിതിയിലേക്ക് വരുന്നത്. CP ആശൻ എന്ന് പറയുന്ന അറിയപ്പെടുന്ന യശശീർ നായക് CPMൻ്റെ കൊല്ലത്തെ പ്രബലനായ നേതാക്കളുടെ CP കരുണാകരപിള്ളയാണ് ആ സ്കൂളിൻ്റെ ആദ്യ മാനേജറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതൊരു ജനകീയ സമിതിയാണ് ആ സ്കൂള് നിയന്ത്രിക്കുന്നത്. ജനകീയ സമിതി എന്ന് പറയുന്നത് ശാസ്താംകോട്ടയും മൈനാഗപ്പള്ളിയും കിഴക്കേക്കല്ലടിയും തേവലക്കരയും 4 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ 5 വർഷത്തേക്കാണ് ജനകീയ സമിതിയെ തെരഞ്ഞെടുക്കാറുള്ളത്. ആ ജനകീയ സമിതിയാണ് ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് നടത്താൻ. ഒന്നുമല്ല, അല്ല ഞാൻ പറയട്ടെ, LC സെക്രട്ടറിയാണ് മാനേജർ, പ്രസിഡന്റായിട്ട് വേറെ LC സെക്രട്ടറിയാണ്. ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് നിയമന ചാർജും അടക്കമുള്ള കാര്യങ്ങളൊക്കെ CPM അല്ലാത്ത മറ്റേ അധ്യാപകരോട് ഉണ്ടോ? അതില് അല്ലല്ല ഹാഷ്മി, അങ്ങനെ പറഞ്ഞു പോരുത്. കാരണം
അതിൽ സി പി എമ്മിൻ്റെ അംഗങ്ങൾ പാർട്ടി മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലുണ്ട്. അതൊരു തർക്കമില്ല. പാർട്ടിയുടെ ലോ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇപ്പോൾ തുളസീധരപിള്ള എന്ന് പറയുന്നതിൻ്റെ മാനേജർ. ഒരു സംശയമില്ല കാര്യത്തിൽ, അതിലൊന്നും തർക്കിക്കാൻ ഇടവരുന്നില്ല. ഇപ്പോഴത്തെ PTA പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തും എല്ലാ കാലത്തും സ്കൂളിലെ മാനേജർമാർ CPM നേതാക്കളെ ആയിട്ടുള്ളൂ. എല്ലാ കാലത്തും ആ സ്കൂളിലെ മാനേജർമാർ CPM നേതാക്കളെ ആയിട്ടുള്ളൂ. അല്ലല്ല, അങ്ങനെ മാത്രമല്ല, അങ്ങനെ മാത്രമാണ്. അങ്ങനെ ഏതോ ഭരണസമിതി ഒന്നും ഞങ്ങൾ അല്ലാതെ ഉണ്ടായിട്ടുണ്ടെന്നല്ല, സ്കൂൾ മാനേജർമാർ CPM മാത്രമേ ആയിട്ടുള്ളൂ. അല്ല, അതിൽ ആ ജനകീയ സമിതിയിൽ ഭൂരിപക്ഷം കിട്ടുന്നവരെയാണ് പ്രസിഡന്റ് മാനേജറായിട്ട് തീരുമാനിക്കുന്നത്. അത് നമ്മുടെ ജനാധിപത്യ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ ആ ജനാധിപത്യ സ്വഭാവത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ട് ഒരുപക്ഷെ CPM ആയിട്ടുള്ള CPM അനുഭാവമോ പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ ഭാരവാഹികളോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളൊക്കെ ഭാരവാഹികളായി വന്നിട്ടുണ്ടാവാം. അതിലൊരു സംശയമില്ല കാര്യത്തിൽ. അതിൻ്റെ ഒരു നാൾവഴിയാണ്. ഇവിടെ ഒരു വലിയ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ അനാസ്ഥ ഉണ്ട്. ഒരു 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോവൂർ കോളനി എന്ന് പറയുന്ന ഈ സ്കൂളിൻ്റെ പരിസരത്തുള്ള ഒരു ദുർബല ജനവിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശത്തേക്ക് വൈദ്യുതി വലിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വൈദ്യുതി ലൈൻ അതിലേക്കൂടെ സ്കൂളിന് മുകളിലൂടെ പോകേണ്ട സാഹചര്യം ഉണ്ടായത്. വളരെ നിർധനരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ പ്രദേശത്തെ ഈ സ്കൂൾ നിൽക്കുന്ന തേവലക്കര ബോയ്സ് ഹൈസ്കൂളും ഗേൾസ് ഹൈസ്കൂളും നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗമെന്ന് പറയുന്നത് UDFൻ്റെ പ്രതിനിധിയാണ്, RSPയുടെ പ്രതിനിധിയാണ്. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, വസ്തുതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. ഈ PTA പ്രസിഡൻ്റായിട്ടുള്ള ആളുകൾ പോലും നാളിതുവരെ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു അപകടം അവിടെ നിൽക്കുന്നു എന്നത് ആരോടും ചൂണ്ടിക്കാണിച്ചില്ല. അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. ഇതൊരു കുറ്റകരമായ അതിൽ വന്നിട്ടുണ്ട്, പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. എന്തിനാണ് പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? പഞ്ചായത്തിന് നിർമ്മാണം സ്കൂൾ മാനേജ്മെന്റ് കമാന്ന് മിണ്ടിയിട്ടില്ല ഇതുവരെ. നോട്ടീസ് കൊടുക്കുകയാണ്. ഈ എന്താണ് നമ്മൾ ഈ മലയോര മേഖലകളിൽ പന്നിക്ക് കെണി വെക്കില്ലേ എന്ന് പറയും മട്ടിൽ മനുഷ്യക്കണി പോലെ തൂങ്ങി നിൽക്കുക വർഷങ്ങളായിട്ട്. ഒരു ചുക്കും ചെയ്യാതിരിക്കുക മാനേജ്മെന്റ് എന്നിട്ട്. അല്ല, മാനേജ്മെന്റ് ഇക്കാര്യത്തിന് അനാസ്ഥയുണ്ടെന്നേ സംശയമില്ല. കാര്യത്തിൽ അതൊന്നും അവരെ ആരും വെള്ളപൂശാനൊന്നും പോകുന്നില്ല. മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ അനാസ്ഥയുണ്ട്. ഒന്നാമതായി മാനേജ്മെന്റ് അനാസ്ഥയുണ്ട്, അവിടുത്തെ ഹെഡ് മാസ്റ്റർക്ക് അനാസ്ഥയുണ്ട്, PTA അനാസ്ഥയുണ്ട്, ഗ്രാമപഞ്ചായത്തിന് അനാസ്ഥയുണ്ട്, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്ക് അനാസ്ഥയുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് CPMന്റെ നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റ് കമ്മിറ്റിയെ മാത്രം കുറ്റം പറയുന്നു? എന്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിനെ കുറ്റം പറയുന്നില്ല? ആരാണ് അവിടുത്തെ ഇത്തരം അനുമതി നൽകാനുള്ള ഉത്തരവാദിത്വം? ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്തിനല്ലേ? പഞ്ചായത്തിന്റെ ഭരണസമിതിക്കല്ലേ? ഭരണസമിതിയുടെ ഓവർസിയർക്കല്ലേ? ആ ഓവർസിയറിലെ നടപടി എടുക്കേണ്ട നിയന്ത്രണത്തിലുള്ള ഓവർസിയറിലെ അനാസ്ഥകളെല്ലാം കൂടി ചേർന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു കുഞ്ഞിന്റെ ജീവൻ പോയി. CPMന്റെ മാനേജ്മെന്റിന് എന്തോ തരത്തിൽ ഒരു കുഞ്ഞിന്റെ ജീവൻ പോയി. അനാസ്ഥ എല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു കുഞ്ഞിന്റെ ജീവൻ പോയി. ഇനി പെട്ടെന്ന് വൈദ്യുതിയെ മാറ്റും കേട്ടോ. അതിനുള്ള വില എന്താണ്? ഒരു കുഞ്ഞിന്റെ ജീവൻ. എനിക്ക് ഇടവേള കൂടെ ക്ഷമിക്കണം, ഞാൻ അതിലേക്ക് എത്താം. ഷംകി ഹരിദാസ്, താങ്കൾക്ക് കേൾക്കാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. താങ്കൾക്ക് നേരത്തെ എത്തിയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഷംകി ഹരിദാസ് ക്ഷമിക്കണം. ഷംകി ഹരിദാസ്, പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങിയിട്ടുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്. സൂചന 1 പ്രകാരം സ്കൂളിൽ കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രഥമാധ്യാപികയെ ശ്രീമതി സുജിയുടെ ഭാഗത്തുനിന്നും വീഴ്ച സംഭവിച്ചതായി ബോധ്യപ്പെട്ടുള്ളതിനാൽ അച്ചടക്ക നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ സൂചന 2 പ്രകാരം കൊല്ലം വിദ്യാഭ്യാസ ഡയറക്ടർ മാനേജർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ആകയാൽ ബോയ്സ് HSലെ പ്രഥമാധ്യാപികയെ ശ്രീമതി സുജ എസിനെ ഉടൻ പ്രാബല്യത്തിൽ വേലവിലക്ക് ഏർപ്പെടുത്തി ഇതിന് ഉത്തരവാകുന്നു. സീനിയർ അധ്യാപികയായ ശ്രീമതി G മോളിക്ക് HMന്റെ ചുമതല നൽകിക്കൊള്ളുന്നു. ആരാണ് ഒപ്പിട്ടിരിക്കുന്ന? മാനേജർ R തുളസീധരൻപിള്ള, മാനേജർ ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂൾ തേവലക്കര എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ അധികാരിയാണ്. ഈ പറയുന്ന തൂങ്ങി നിൽക്കുന്ന ഈ കറണ്ടൊക്കെ മൊത്തം കണ്ട് അതിന് അടിയന്തരമായി പരിഹാരമുണ്ടാക്കി KSEB ഇടപെടുന്നില്ലെങ്കിൽ ഇടപെടേണ്ട സ്ഥലത്ത് പോയി സംസാരിച്ച് ഇടപെട്ട് കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ട അധികാരിയാണ് കേട്ടോ ഈ R തുളസീധരൻപിള്ള. എന്ന് പറഞ്ഞാൽ ബോധപൂർവം അല്ലാത്തതല്ല, ബോധപൂർവമായ നരഹത്യക്ക് കേസെടുക്കേണ്ട ആളാണ് എന്താണ് പ്രധാനാധ്യാപികയെ പുറത്താക്കി ഉത്തരവിറക്കി സീലടിച്ചിരിക്കുന്നത്. Shemki ഹരിദാസ്, ജനകീയ സമിതിയല്ലേ ഇവിടെ ഭരിക്കുന്നത്? ആഷ്മി, ശ്രീ അസ്കർ പറഞ്ഞത് കേട്ടില്ലേ? ജനകീയ സമിതിയാണ് ഭരിക്കുന്നത്. പക്ഷേ എല്ലാ ജനകീയ സമിതികളിലും CPMന്റെ അംഗങ്ങളാൽ നിറഞ്ഞിട്ടുള്ളൊരു സമിതിയാണ് അവിടെ ഭരിക്കുന്നതെന്ന് സമ്മതിക്കാൻ അസ്കർ തയ്യാറല്ല. പരസ്പരം വിഷുപ്പലക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്? ഹാഷ്മി, ഞങ്ങൾ രാഷ്ട്രീയം പറയുകയല്ല. ശ്രീ അസ്കർ, ദയവ് ഇത്തരം ഒരു സന്ദർഭത്തിലൊന്നും ഇങ്ങനെ സംസാരിക്കരുത്. അതുമാതിരി തന്നെ ഈ PTA പ്രസിഡന്റ് എന്താണ് ഇവിടെ പറയുന്നത്?
സാർ അങ്ങ് ആ ഹെഡ് മിസ്ട്രസിൻ്റെ ക്ലാസ്സിന് പുറത്ത് ഈ സംഗതി ഇതിങ്ങനെ ഊഞ്ഞാൽ പോലെ ഞാന്ന് കിടക്കുന്നത് കണ്ടുകൊണ്ട് ഹാഷ്മി പറഞ്ഞതുപോലെ ഒരു ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നുകൊണ്ട് എൻ്റെയും കുട്ടി പഠിക്കുന്ന സ്കൂളാണിത്, ഇവിടെ ഇത്തരത്തിലൊരു ഊഞ്ഞാൽ പോലെ ഇലക്ട്രിസിറ്റി കമ്പി ഞാന്ന് കിടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട് ഒരു വാക്ക് പറയാനോ അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞു എന്ന് താങ്കൾ പറയുന്നു, അതിനപ്പുറം ഒന്നും ചെയ്യാൻ തയ്യാറാകാതെ ഇത്തരത്തെ ചാനച്ചർച്ചയിൽ വന്നിട്ട് അങ്ങ് ചെയ്ത കാര്യങ്ങൾ വിശദീകരിക്കുകയല്ല വേണ്ടത്. ദയവ് ചെയ്ത് അങ്ങ് മനസ്സിലാക്കുക, ധാർമ്മികതയും അതുമാതിരി തന്നെ മനസാക്ഷിയും നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതായത് വാക്കിലും പ്രവൃത്തിയിലും അങ്ങേയറ്റം എല്ലാവരും ശുഷ്കാന്തി പാലിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണിത്. അതിൽ തന്നെ ജനപ്രതിനിധികൾ അതിനേക്കാൾ കൂടുതൽ നമ്മൾ പറയില്ലേ അവരെ പക്വത കാണിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ. അതിനേക്കാൾ കൂടുതൽ പക്വത കാണിക്കേണ്ട ഒരു മന്ത്രി ഇന്നലെ ഇങ്ങനെ പറയുന്നു, എന്ത് കുട്ടി മറ്റുള്ളവരുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ചെരുപ്പെടുക്കാൻ കയറിയതാണ് ആ കുഞ്ഞിന് ഈ ദുരന്തം വന്നു ചേരാൻ കാരണം എന്ന് പറയുന്നു. താങ്കൾ പറയുന്നു ഞങ്ങൾ എല്ലാ PTA മീറ്റിങ്ങുകളിലും ഈ വിഷയം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത്? ശ്രീ എം ലിജു, താങ്കളുടെ പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തിലെ ഇതിന് ഇത്തരം ഹാഷ്മി വായിച്ചതുപോലൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കുറ്റവാളികൾ അവരല്ലേ? എന്താണ് അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് നടപടിയാണ് ഇവിടെ എടുക്കുക ഹാഷ്മി? 22 പേര് മരിച്ചിട്ടുള്ള താനൂർ ദുരന്തത്തിലെ ആ ബോട്ട് ഓടിച്ച ഡ്രൈവറും ആ ബോട്ടിൻ്റെ കോൺട്രാക്ടറും അല്ലാണ്ട് നാളിതുവരെ ഒരാളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. സംഭവ സ്ഥലത്ത് വെച്ചിട്ട് അന്ന് ഈ നമ്മുടെ റിയാസ് മിനിസ്റ്റർ പറയുന്നത് കേട്ടു, ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെയും ഈ ബോട്ടിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല, ഈ ബോട്ടിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള എല്ലാവരെയും ജയിലിലാക്കും. നാളിതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല ഹാഷ്മി. ഈ പ്രശ്നവും നിങ്ങൾ മാധ്യമങ്ങൾ വിടുന്നതോടുകൂടി ഈ PTA പ്രസിഡൻറ്റും ഈ അസ്കറും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുഞ്ഞു പോയി, ആ കുഞ്ഞിൻ്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു. ആ കുഞ്ഞിൻ്റെ പറഞ്ഞില്ലേ ഒരു എന്നോടൊരു ചർച്ചയിൽ ഈ നമ്മുടെ അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി എന്നോട് ചോദിച്ചത്, ഞാൻ പറഞ്ഞു ഇവിടെ ഇഷ്ടപ്രകാരം നീല ടാർപ്പാളിനിട്ട വീടുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു വീട് കാണിച്ചു തരൂ. ഈ അനിൽകുമാറും ജയിക്കും മറ്റേ അസ്കറൊക്കെ ഒന്ന് നോക്കണം ആ കുട്ടിയുടെ വീടിൻ്റെ മേൽക്കൂരയിൽ എന്താണ് ഇട്ടിരിക്കുന്നത് എന്ന്. ദരിദ്രമായൊരു ചുറ്റുപാടിൽ നിന്ന് പഠിച്ചു വലുതായി എന്തെങ്കിലും ആ കുടുംബത്തിന് താങ്കം തണലാവേണ്ട ഒരു കുരുന്നിനെ നിങ്ങളെല്ലാവരും കൂടിയിട്ട് കൊന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് കൊടുത്തിട്ട് ഒരു ഹെഡ് മിസ്ട്രസിനെതിരെ നടപടിയെടുക്കാൻ മാത്രമേ നമ്മളുടെ നിയമസംഹിതകൾ തയ്യാറാകുന്നുവെങ്കിൽ അതായത് അവന്റെ അങ്ങേയറ്റം ദരിദ്രമായ വീടാണ്. ഇനി പറഞ്ഞ അവന്റെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് നന്നായി മനസ്സിലാക്കുന്ന പക്വതയുള്ള കുഞ്ഞാണ്. അവന്റെ ചെരുപ്പ് കീറിപ്പോയി, അവന് ചെരുപ്പ് മേടിക്കണം. NCCയിൽ ആ സ്കൂളിലേക്ക് വരാൻ തന്നെ കാരണം അവിടെ NCC ഉള്ളതുകൊണ്ടാണ്. NCC പാഷനുള്ള കുട്ടി, അപ്പോൾ NCCക്ക് പോകാനുള്ള ഷൂ മേടിക്കണം. അവിടെ വീട്ടിൽ പൈസ ഇല്ല. അപ്പോൾ ഇവനാണെങ്കിൽ അവിടുന്ന് സ്വയം മനസ്സിലാക്കി ആരെങ്കിലും കൊടുക്കുന്ന അമ്മമ്മ കൊടുക്കുന്ന ചില്ലറ ഇട്ടിട്ട് വെച്ച് എന്തിനാണ് NCCക്ക് ഒരു ഷൂ മേടിക്കണം, അവനൊരു ചെരുപ്പ് മേടിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ്റെ അതിൻ്റെ മുകളിൽ പോയത് അവൻ്റെ ചെരുപ്പല്ല ശ്രീഹരിദാസ്, കൂട്ടുകാരൻ്റെ ചെരുപ്പാണ്. കൂട്ടുകാരൻ്റെ ചെരുപ്പിനുള്ള വില അവനറിയാം. അതുകൊണ്ടാണ് അവന് വേണ്ടി അല്ലാതെ കൂട്ടുകാരന് വേണ്ടി അതിലോട്ട് കയറി എടുക്കാൻ നോക്കിയത്. അതിനെ വില കുറച്ച് കാണിക്കുകയല്ലേ ആ ചിഞ്ചുറാണി ചെയ്തത്? ചുരുങ്ങിയ പക്ഷം അവരുടെ രാജി എഴുതി വാങ്ങിക്കണ്ടേ CPI? ശ്യാംകി ഹരിദാസ്, CPI എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി കേരളത്തിലുണ്ടോ? CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റിൻ്റെ പടി വരെ CPMൻ്റെ നിഴൽ പറ്റി മുൻപോട്ട് പോകുന്ന ആ പാർട്ടിക്ക് എന്ത് നടപടിയെടുക്കാനാണ് ഹാഷ്മി? CPI എന്ന് പറയുന്നൊരു പാർട്ടി കേരളത്തിലില്ല. അതൊക്കെ CK ചന്ദ്രപ്പൻ്റെയും വെളിയം ഭാർഗവൻ്റെയും കാലത്തോടു കൂടി കഴിഞ്ഞു. ഇന്നിപ്പോൾ CPI എന്ന് പറയുന്ന പാർട്ടിക്ക് ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് CPMൻ്റെ എല്ലാ വിഴുപ്പും തലയിലേറ്റിക്കൊണ്ട് നടക്കാനുള്ള ചുമതല മാത്രമേ അവർക്കുള്ളൂ. ചിഞ്ചുറാണിക്കെതിരായിട്ടല്ല, അവർ ആർക്കെതിരായിട്ടും ഒരു നടപടിയും എടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ PTA പ്രസിഡന്റിനോട് ഞാൻ വീണ്ടും പറയുന്നു, താങ്കളെപ്പോലുള്ളവരെ PTA പ്രസിഡൻ്റായിരിക്കാൻ ഒരു യോഗ്യതയുമില്ല. താങ്കൾ ഇവിടെ പറയുന്നത് എന്താ? താങ്കളുടെ കുട്ടി എവിടെയാണ് പഠിക്കുന്നതെന്ന് പറയുന്നു. എൻ്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിൻ്റെ ഒരു കുളമുണ്ട് അവിടെ. എൻ്റെ കുട്ടി പഠിച്ചിരുന്ന സ്കൂളിൻ്റെ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിന് വേലി കിട്ടും വരെ ആ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ റൂമിൻ്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരുന്നിരുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം പിഞ്ചു കുഞ്ഞുങ്ങൾ ആ കുളത്തിലേക്ക് ഒരു പന്ത് പോയാൽ അത് എടുക്കാൻ പോകും. എൻ്റെ കുഞ്ഞല്ലെങ്കിലും നാളെ മറ്റൊരു കുഞ്ഞിന് ആ ഒരു ദുരന്തം വരരുത് എന്ന് വിചാരിച്ചിട്ടിരുന്ന ആളാണ് ഞാൻ. താങ്കളെപ്പോലുള്ള PTA പ്രസിഡന്റുമാരുണ്ടായിട്ട് ഇവിടെ എന്ത് പ്രയോജനമാണുള്ളത്? ഇവിടെ നാഥനില്ലാത്ത കളറിയിൽ തട്ടുകൊടുക്കാതെ പൂജ എന്ന് ഹിന്ദുക്കളുടെ ഇടയിലെ ഒരു ചൊല്ലുണ്ട് ഹാഷ്മി. അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഒരു നടപടിയും ആർക്കെതിരെയും ഉണ്ടാകില്ല.
ആ കുഞ്ഞു പോയി, ആ അച്ഛൻ്റെ അമ്മയുടെ വലിയ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഭരണത്തിന് കീഴിൽ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറായിക്കൊണ്ട് വേണം മുൻപോട്ട് പോകാൻ എന്നാണ് എൻ്റെ ഈ തൊണ്ടടറിയിട്ട് വികാരാധീനനായിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ. അങ്ങനെ പറ്റൂ സാർ? നമുക്ക് ആ കുഞ്ഞിനെ കാണുമ്പോൾ, അവൻ്റെ വീട് കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോർമലായി സംസാരിക്കാൻ പറ്റുക? സി എം ലിജു, ഇവിടെ ഈ എ കൊടുത്ത ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വായിച്ചാൽ അവർ ആ സ്കൂളിൽ ഒരു തവണ പോയിട്ടില്ല. അവർ ഓഫീസിൽ ഇരുന്ന് ഈ പറയുന്ന ആരുടെയോ സ്വാധീന പ്രകാരം ഈ പറയുന്ന കുറിപ്പിൽ ടിക്കറ്റ് നിൽ നിൽ നിൽ, ഒരു കുഴപ്പമില്ല, സ്കൂൾ ധൈര്യമായിട്ട് തുറന്നോ എന്നുകൂടി സർട്ടിഫിക്കറ്റ്. അത് നടപടി നിങ്ങൾ ആവശ്യപ്പെടണം സി എം ലിജു. തീർച്ചയായിട്ടും ഹാഷ്മി, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഹാഷ്മി. ഈ ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങളായതുകൊണ്ടാണ്. ഒന്ന്, ഹാഷ്മി ചോദിച്ച ചോദ്യത്തിനുള്ള നേരിട്ടുള്ള മറുപടി ഞാൻ പറയാം. ഈ മൈനായിപ്പള്ളി പഞ്ചായത്തിലെ UDF ഭരിക്കുന്ന മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്ത അവർക്കാണ് ഉത്തരവാദിത്തമുള്ളത്. അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായും നടപടി സ്വീകരിക്കണം. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ട്, നമുക്ക് ഈ ഒരു വിഷയത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരിഹാരവും വേണമല്ലോ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ, പ്രത്യേകിച്ച് എല്ലാ സ്കൂളുകളിലും സുരക്ഷാ ഓഡിറ്റ് ഉൾപ്പെടെ നടക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. വളരെ കൃത്യമായി ക്ലാസ് മുറികളുടെ സുരക്ഷ, ചുറ്റുവട്ടമുള്ള അപകടങ്ങൾ, ഇതെല്ലാം ഓഡിറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും ഏറ്റെടുക്കണം. നമുക്കത് ഒരു പ്രോഗ്രസ് കാർഡ് പോലെ ഒരു റിപ്പോർട്ട് ഉണ്ടാകണം. ഏതൊക്കെ പ്രദേശങ്ങൾ, ഏതൊക്കെ ജില്ലകളിൽ ഇത്തരം പരിശോധന നടന്നു, എവിടെയൊക്കെയാണ് കൃത്യമായി നടക്കാത്തത്, എവിടെയൊക്കെയാണ് അത് കണ്ടെത്തിയ പാളിച്ചകൾ എന്താണ്, അതെങ്ങനെ പരിഹരിക്കപ്പെട്ടു, ഇത് കേരളം അറിയാനുണ്ട്. എങ്കിലും ഇതിന് പരിഹാരമാവുകയുള്ളൂ. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, PN ഭാസ്കർ പറഞ്ഞ ചില കാര്യങ്ങളുടെ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. അത് ഈ ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ ഒരു ജനകീയ മുന്നണി, അവിടെ ജനകീയ മുന്നണിയൊന്നും ഇല്ല ഹാഷ്മി. അവിടെ മെമ്പർഷിപ്പ് CPM ആളുകൾക്ക് മാത്രം മെമ്പർഷിപ്പ് ഉള്ളൂ ആ സ്കൂളിൽ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാൻ. അവിടെ ഒരു തെരഞ്ഞെടുപ്പും നടക്കാറില്ല. അവിടെ ആളുകൾ, CPM പറയുന്ന ആളുകൾ നോമിനേഷൻ കൊടുക്കും. വേറെ ആർക്കും മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ടും അവർ ഭരിക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിയമനത്തെക്കുറിച്ച് തന്നെ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയാണ് അവിടെ നിയമനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് തന്നെ വലിയ അഴിമതി നിലനിൽക്കുന്നുണ്ട്. ആ വാർഡിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരിക്കുന്നത് കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന ലാലി ബാബുവാണ്. എനിക്ക് അവർ അയച്ചു തന്നതാണ്. അവരെ സാധാരണഗതിയിൽ ആ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്ന അവിടുത്തെ കമ്മിറ്റിയിൽ വിളിക്കണം. ഫുഡ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടെ പഞ്ചായത്ത് മെമ്പറെ വിളിക്കണം. ആ 7 അയലത്ത് അടുപ്പിക്കില്ല. ആ ഭാഗത്ത് പോലും ചെല്ലാൻ അവർ സമ്മതിക്കില്ല. പരിപൂർണമായ CPM നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കോളനിക്കാണ് ഇലക്ട്രിക് കണക്ഷൻ കൊടുത്തിരുന്നത്. അവരെ എനിക്ക് അയച്ചെന്ന് പ്രകാരം പറയുന്നത് 2015 കഴിഞ്ഞ ടേമിലെ CPMന്റെ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അയച്ചു, പേര് ഞാൻ പറയുന്നില്ല, പേര് പറയുന്നത് ആ ഒരൊറ്റ വ്യക്തിയുടെ വീട്ടിലേക്കാണ് ഈ ഇലക്ട്രിക് ലൈൻ വലിച്ചിരിക്കുന്നത്. അവിടെ ഒരു കോളനിയിലേക്കും കണക്ഷൻ ഇല്ല എന്നാണ് വളരെ കൃത്യമായിട്ട് അവർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അയച്ചു തന്ന മെസ്സേജാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് ആ ഒരു വിഷയവും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. CPMന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലൊരു സ്കൂൾ, CPMന്റെ മാനേജർ, CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഉള്ള ഒരു സ്കൂളിൽ ഇത്ര ഗുരുതരമായ ഒരു കൃത്യവിലോപം നടക്കുമ്പോൾ ഒരു എന്താ പറയുക, നേരിട്ടുള്ള നരഹത്യ അല്ലെങ്കിലും അവർ മൂലം ഒരു നരഹത്യ ഉണ്ടാകുമ്പോൾ ഇവർ അങ്ങനെ നിസ്സാരമായി രക്ഷപ്പെട്ടു പോകേണ്ട ആളുകളല്ല. നടപടിയെടുത്ത് ആ സ്കൂൾ മാനേജ്മെന്റ് ഉത്തരവാദിത്തം പോകാൻ പറ്റില്ല. പ്രധാനാധ്യാപക അവിടുത്തെ ഒരു ജീവനക്കാരി മാത്രമാണ്. അവിടുത്തെ മാനേജർക്കാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തപ്പെട്ട മാനേജരെ നരഹത്യക്കുറ്റം അറസ്റ്റ് ചെയ്യണം അടിയന്തരമായി. അപ്പൊ അതുകൊണ്ട് കേരളം അതും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഹാഷ്മി, ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ വായിച്ച മാധ്യമങ്ങളുടെയോ വാർത്തകളുടെയോ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഈ ഒരു വിഷയം എങ്ങും ചർച്ച ചെയ്യപ്പെട്ടതായി കാണുന്നില്ല. CPMന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സ്കൂളും മാനേജ്മെന്റും ആളുകളും ചേർന്ന് ഇത്രയും കുറ്റം നടത്തിയിട്ട് അവരെ കുറിച്ചൊരു ചർച്ചയുമില്ല, ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് ആ അർത്ഥം അത് ശരിയായിരിക്കും. പക്ഷേ താങ്കൾ ഈ വാർഡ് മെമ്പറിന്റെ കാര്യം പറഞ്ഞു. വാർഡ് മെമ്പറിനെ അടുപ്പിക്കുന്നില്ല, അതും ശരിയാകും, അതോടെ പല ആൾ പറയുന്നുണ്ട്. പക്ഷെ അടുപ്പിക്കുന്നില്ല എന്ന് കരുതി സി എം ലിജു, ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളടക്കം കുറ്റക്കാരായി പറയുക. ഇപ്പം എന്താണ്, അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തനം കണ്ടില്ലേ ഈ പറയുന്ന താന്ന് കിടക്കുന്ന കാര്യം? അങ്ങോട്ടേക്ക് ഒരു ക്യാമറ വെച്ചിട്ട് വാർത്തയാക്കിയിരുന്നെങ്കിൽ ഈ സംഭവിക്കില്ലായിരുന്നല്ലോ. അവിടുത്തെ വാർഡ് മെമ്പർ കാണുന്നില്ലേ? കോവൂർ കുഞ്ഞുമോനെ MLA വീട് തൊട്ടെടുത്ത MLA കാണുന്നില്ല, MLA PA കാണുന്നില്ല, ആരും കാണുന്നില്ല. അവിടുത്തെ ഒരു വിദ്യാസംഘടന കാണുന്നില്ല. PTA കണ്ടു, PTA മീറ്റിംഗ് പറഞ്ഞു എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എല്ലാവർക്കും കുറ്റമുണ്ട് ലിജു. ഹാഷ്മി, ഒറ്റ മിനിറ്റ് ഹാഷ്മി. യഥാർത്ഥത്തിൽ ഈ പ്രതി പട്ടികയാണ് ഹാഷ്മി. ഞാൻ 100% അങ്ങ് ഹാഷ്മി പറഞ്ഞതിനോട് എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല. അതിലെ പ്രതികളുടെ ഏറ്റക്കുറിച്ചിലുണ്ടാവാം മാനേജ്മെന്റ്, ഉദ്യോഗസ്ഥർ, പക്ഷേ ഒരു സമൂഹം മുഴുവൻ ഉത്തരവാദികളാണ്.
ഒരു സ്കൂളിൽ സാധാരണക്കാരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂൾ ഇത്ര അപകടകരമായി പോകുമ്പോൾ ചുറ്റുവട്ടത്തോട് നടന്നു പോകുന്ന ഓരോ അത് ഏത് CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, അവർക്കെല്ലാം ഉത്തരവാദിത്വം. മാധ്യമപ്രവർത്തനം നടക്കുന്നവർക്ക് ഉത്തരവാദിത്വം. എല്ലായിടത്തും മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, ആരുടെ കണ്ണിൽപ്പെടില്ലേ? ഇനി ക്യാമറ, ഇനി പറഞ്ഞ അതകത്തോട്ടുള്ള ഏരിയ ആണെങ്കിൽ ക്യാമറ ഇല്ലെങ്കിൽ ഫോണിലെടുത്താൽ മതിയല്ലോ. നമ്മൾ ആരും ചെയ്തിട്ടില്ല. ശരിയാണ്, നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ജോസഫ് ആന്റണി, താങ്കളെ വിളിച്ചിരുത്തി എല്ലാവരോടും കുറ്റപ്പെടുത്താമെന്ന് കരുതരുത്. നിങ്ങളുടെ അടക്കം ഉത്തരവാദിത്തമായിരുന്നു ശ്രീ ജോസഫ് ആന്റണി, നിങ്ങളുടെ അടക്കം ഉത്തരവാദിത്തമായിരുന്നു. തീർച്ചയായും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കൽ പോലും ഒഴിഞ്ഞു മാറുകയല്ല. ഞാൻ അതിൻ്റെ ഒരു പ്രധാന കാരണമാണ് പറഞ്ഞത്. അതിൻ്റെ മാനേജർക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത തരത്തിൽ കൂച്ചുവിലങ്ങിട്ട് മുകൾ തട്ട് തൊട്ടുള്ള കമ്മിറ്റികളിലെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ മാത്രം വിധിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ തരത്തിൽ കാര്യങ്ങൾ നടക്കാതെ പോകുന്നത്. ആ നടക്കാതെ പോകുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ഒരു സ്കൂളില് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ നമ്മൾ വീണ്ടും വീണ്ടും ആ സ്കൂളിലെ വിഷയങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നത് അല്ല. നമ്മൾ സ്വാഭാവികമായിട്ട് വളരെ കാര്യമായിട്ട് എല്ലാ PTA കമ്മിറ്റികളിലും ഓരോരോ കാര്യങ്ങൾ, സ്കൂളിൽ ഇത് മാത്രമല്ല പോരായ്മകൾ, ഒട്ടനവധി പോരായ്മകൾ ആ സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ട്. ആ സ്കൂളില് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ടുള്ള പോരായ്മകളൊന്നും അല്ല. അവിടെ സ്കൂള് ഇന്ന് ബാലാവകാശ കമ്മീഷൻ വന്നപ്പോൾ പ്രധാനമായും എടുത്തു കാണിച്ചത് ഡെസ്കും ബെഞ്ചുകളുടെയും ശോച്യാവസ്ഥ, സ്കൂൾ കെട്ടിടങ്ങളുടെ 108 വർഷക്കാലമായിട്ടുള്ള സ്കൂൾ കെട്ടിടമാണ്. ആ 108 വർഷക്കാലമായിട്ടുള്ള സ്കൂൾ കെട്ടിടങ്ങൾ ഒരൊറ്റ കെട്ടിടം മാത്രമേ പുതുതായി നിർമ്മിച്ചിട്ടുള്ളൂ. ബാക്കി കെട്ടിടങ്ങൾ നിർമ്മാണത്തിൽ വളരെ ശോച്യാവസ്ഥയിൽ കിടക്കുന്നതാണ്. അതൊന്നും പരിഹരിക്കാൻ കഴിയുന്നില്ല. അതൊക്കെ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റുകൾക്കല്ലേ കഴിയുകയുള്ളൂ. സ്കൂളുമായി ബന്ധപ്പെട്ട കമ്മിറ്റിക്കും മാനേജ്മെന്റിനും കഴിയുന്നതാണ് അതിന്റെ ഭൗതിക സാഹചര്യം. അല്ല, അവർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ മക്കളോട് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ അവർ ചെയ്യുന്നില്ല എന്ന് കരുതി നമ്മൾ മിണ്ടാതിരിക്കുമോ? അങ്ങനെ അല്ലല്ലോ. പല മാർഗങ്ങളുണ്ടല്ലോ. മാധ്യമങ്ങളെ വിളിച്ച് പറയാലോ, ഇതാ അവിടെ ഒരു കറണ്ട് കമ്പി തൂങ്ങി നിൽക്കുന്നുണ്ട്, മാനേജ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല, ഒന്ന് വരണം, വാർത്തയാക്കണം എന്ന് പറഞ്ഞാൽ വരില്ലേ? അല്ലെങ്കിൽ അവിടെ 4 പേര് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചൂടെ? അല്ലെങ്കിൽ അവിടെ ഇവർ മാനേജരെ ഒന്ന് ഉപരോധിച്ചൂടെ? എന്തൊക്കെ മാർഗമുണ്ട് പുറം ലോകം അറിയിക്കാൻ? തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ സമീപഭാവിയിലൊക്കെ പലപ്പോഴും സ്കൂളിൽ വളരെ വലിയ മാനേജ്മെന്റിനോട് വളരെ വലിയ തരത്തിൽ നമ്മൾ സംസാരം ഉണ്ടാക്കുകയും കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് വളരെ സമീപഭാവിയിൽ വളരെ പെട്ടെന്ന് ചെയ്യാം. ഇപ്പോൾ ഈ സംഭവം, ഈ ദുരന്തം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ അത് കേബിളിട്ട് നമുക്ക് സംരക്ഷിച്ച് നിർത്താം. അതിനുശേഷം അത് മാറ്റാം. ഇന്ന് യഥാർത്ഥത്തിൽ അതിന് തീരുമാനമായി. ഇന്ന് ആ ഇലക്ട്രിക് ലൈനും മൊത്തത്തിൽ മാറ്റി തൊട്ട് അടുത്ത ഈ മാനേജ്മെന്റിന് തന്നെ കീഴിലുള്ള ഗേൾസ് ഹൈസ്കൂളിന്റെ വഴിയിലൂടെ പോകാനുള്ള അവസരം സംജാതമാക്കി അത്രയും പെട്ടെന്ന് നടക്കുന്ന സംഭവമായിരുന്നു ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അത്രയും പെട്ടെന്ന് നടക്കുന്ന സംഭവമായി ബലിയർപ്പിക്കേണ്ടി വന്നു. ഒരു കുഞ്ഞിന്റെ ജീവൻ കുരുതി കൊടുക്കേണ്ടി വന്നു. കുഞ്ഞ് മരിക്കേണ്ടി വന്നത് വളരെ ഈസി എന്നാണ്, വളരെ ഈസി. ഇന്നിപ്പോ മാറി കേബിൾ ഇട്ടു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു കുഞ്ഞ് മരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അവൻ്റെ അച്ഛനമ്മയ്ക്കും പോയി സാധാരണ അങ്ങനല്ല. അച്ഛനമ്മയ്ക്ക് മാത്രമല്ല പോയത്, ഈ സമൂഹത്തിന് പോയ മിടുക്കനായ ഒരു കുട്ടിയാണ്. ഈ പറഞ്ഞ പ്രധാനാധ്യാപകയ്ക്കും തലയിൽ മാത്രം വെച്ച് ബാക്കിയുള്ളവർ രക്ഷപ്പെടുത്താനാണെങ്കിൽ പൊതുജനം തെരുവിൽ പ്രതിഷേധമായി ഇരമ്പണം. എന്നാലേ ആ കുഞ്ഞിന് നീതി കിട്ടൂ. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.